ഇന്ന് രാത്രിയിലെ ധ്യാന വിഷയം കാനാവിലെ കല്യാണമാണ്. ഇന്നലെ രാത്രി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ക്രിസ്തു ഇടപെടുന്ന ജീവിതങ്ങൾ എന്നുള്ള തലക്കെട്ടോടുകൂടി യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. 1 മഹനീം, ഗോഡ്സ് പ്രസൻസ്. 2 യബോക്ക്, ഗോഡ്സ് പ്രൊവിഷൻ. 3 പെനിയേൽ, ഗോഡ്സ് പർപ്പസ്. ദൈവം തമ്പുരാൻ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട 3 സ്ഥലങ്ങളെക്കുറിച്ച് ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. ഇന്ന് രാത്രി ദൈവം ഇടപെടുന്ന ചില മൊമെൻറ്റ്സ്, ചില അനുഭവങ്ങൾ, അത് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗോഡ് ഇൻ്റർവീൻഡ് മൊമെൻറ്റ്സ്. ദൈവം ക്രിസ്തു ഇടപെടുന്ന ചില ജീവിതത്തിൻ്റെ നിർണായകമായ അനുഭവങ്ങളെ ഇന്ന് രാത്രി പറയണം എന്നാഗ്രഹിക്കുകയാണ്. കാരണം നാളെ ഈ പന്തലിൽ ഒരു വിശുദ്ധ കുർബാന നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിരുന്നുമേശയാവട്ടെ ഇന്ന് രാത്രിയിലത്തെ പ്രസംഗം എന്ന ദൈവനാമത്തിൽ ആഗ്രഹിച്ച് ശരണപ്പെടുകയാണ്. ദൈവസന്നിധിയിൽ ഈ സമയത്ത് അതിനായിട്ട് ശ്രമിക്കുകയാണ്. കാനാവിലെ കല്യാണത്തെക്കുറിച്ച് ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കാനാവിലെ കല്യാണ വീട്ടിൽ വന്ന് അവിടുത്തെ ഗുണമില്ലാത്ത വെള്ളത്തെ ഗുണമുള്ള വീഞ്ഞാക്കി തീർത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ എത്ര പ്രസംഗങ്ങൾ വേണമെങ്കിലും ഇന്ന് പങ്കുവെക്കാൻ നിങ്ങൾക്കും കഴിയും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ സുപരിചിതമായൊരു വേദഭാഗമായതുകൊണ്ട് അച്ഛൻ ഇന്നതാണ് പറയാൻ പോകുന്നത് എന്നുള്ള മുൻവിധികളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇന്നത്തെ ഈ വേദഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് നേരത്തെ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. തിരക്ക് പിടിച്ചതായിട്ടുള്ള ഒരു ജംഗ്ഷൻ. ആ തിരക്ക് പിടിച്ച ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റോഡ് മുറിച്ച് കിടക്കാനായിട്ട് ഒരു അമ്മച്ചി ശ്രമിക്കുകയാണ്. സിഗ്നലുകളെല്ലാം ഓണാണ്. വണ്ടിയൊക്കെ ഇങ്ങനെ സ്പീഡിൽ പാഞ്ഞു പോവുകയാണ്. സീബ്ര ക്രോസിംഗ് ഒന്നും ഈ അമ്മച്ചി ശ്രദ്ധിക്കുന്നേയില്ല. അമ്മച്ചി ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുക. അവിടെ ഡ്യൂട്ടിക്കിട്ടിരിക്കുന്ന ഒരു പോലീസുകാരൻ ഈ അമ്മച്ചി റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ട് പെട്ടെന്ന് പുറകിൽ നിന്ന് വിസിലടിക്കുകയാണ്. കാരണം എന്തും ഇവിടെ സംഭവിക്കാം. എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു വാഹനം ഈ അമ്മച്ചിയെ ഇടിച്ചാൽ അവിടെ ഡ്യൂട്ടിക്കിട്ട പോലീസുകാരൻ അതിന് ഉറപ്പായും മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ പോലീസുകാരനായ ചെറുപ്പക്കാരൻ നീട്ടി വിസിലടിക്കുകയാണ്. അമ്മച്ചി തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വിസിൽ കേട്ടതായിട്ട് പോലും അമ്മച്ചി കൂസാക്കുന്നില്ല. ഇപ്പോൾ അമ്മച്ചി റോഡിൻ്റെ ഒത്ത നടുക്കെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പകുതി കൂടെ ക്രോസ് ചെയ്യുമോ എന്നുറപ്പില്ല. ചിലരൊക്കെ വാഹനം സ്പീഡിൽ കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഈ ചെറുപ്പക്കാരനായ പോലീസുകാരൻ ഒറ്റ ഓട്ടോ ഓടി ഈ അമ്മച്ചിയുടെ കയ്യിൽ തൻ്റെ ബലിഷ്ഠമായ കരം കൊണ്ട് പിടിച്ചു. എന്നിട്ട് തിരിഞ്ഞു നോക്കി അമ്മച്ചിയോട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു, അമ്മച്ചി എത്ര നേരമായി പുറകിൽ നിന്ന് ഞാൻ വിസിലടിക്കുക. അമ്മച്ചി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ഉടനെ ഈ അമ്മച്ചി തിരിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോനെ, ആയ കാലത്ത് ഇതുപോലെ വിസിലടിച്ച് ഒത്തിരി ആളുകൾ എൻ്റെ പുറകെ നടന്നതാ. അന്ന് നോക്കിയില്ല, പിന്നാണ് ഈ വയസ്സാം കാലത്ത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം വിസിലടിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ ഒരു തീരുമാനം മാത്രമേ അതിനുള്ളൂ. ഒരാശയം മാത്രമേ അതിനുള്ളൂ. അത് അമ്മച്ചിക്കറിയാം. ഇന്ന് പലപ്പോഴും ചില സെറ്റ് ഓഫ് നോഷൻസ് നമ്മുടെയൊക്കെ മനസ്സിൽ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതായിരിക്കാം എന്നൊക്കെ നമ്മൾ ചില മുൻവിധികളൊക്കെ ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ മുൻവിധികളെയും ഒന്ന് മാറ്റിവെച്ചിട്ട് തമ്പുരാൻ്റെ വചനത്തിന് മുമ്പിൽ കൃപയോടെ, ദൈവമേ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് വരാം. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം കണ്ടുമുട്ടലുകളുടെ സുവിശേഷമാണ്. കണ്ടുമുട്ടുന്നവരൊക്കെ വീണ്ടെടുക്കപ്പെടുന്ന സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. കുറേ സാധാരണക്കാരായ മനുഷ്യരുടെ അനുഗ്രഹീതമായ കണ്ടുമുട്ടലുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഇറ്റ് ഇസ് എ ഗോസ്പൽ ഓഫ് ലവ്, ലൈറ്റ് ആൻഡ് ലൈഫ്. അത് നിത്യപ്രകാശത്തിൻ്റെ സുവിശേഷമാണ്, നിത്യജീവൻ്റെ സുവിശേഷമാണ്, അത് നിത്യസ്നേഹത്തിൻ്റെ സുവിശേഷമാണ് എന്നുള്ളത് മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7 അടയാളങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായി അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ അടയാളങ്ങളുടെ ആരംഭമായിരിക്കുന്ന കാനാവിലെ കല്യാണമാണ് ഇന്ന് രാത്രി എൻ്റെ ധ്യാന വിഷയം. കാന എന്ന് പറയുന്ന സ്ഥലത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ട് മുൻപോട്ട് പോകാം. കാന എന്ന് പറയുന്ന സ്ഥലം യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കാന. യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ, 1 കാന, 2 ക്രോസ്, കുരിശാണ്. അത് കാനാവിൽ കല്യാണ വീട്ടിലാണെങ്കിൽ പിന്നീട് കുരിശിൻ്റെ ചുവട്ടിലാണ് അവൻ്റെ അമ്മ നിൽക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ യേശുവിൻ്റെ അമ്മ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം കാന. നഥനയേലിൻ്റെ മാതൃപട്ടണമാണ് കാന എന്ന് വേദപുസ്തകം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഥനയേലിൻ്റെയും ഫിലിപ്പിൻ്റെയും വിളിയും നിയോഗവും അതിൻ്റെയൊക്കെ തുടർച്ചയുമാണ് ഈ ഒരു വേദഭാഗമായി നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ അമ്മയും അവൻ്റെ 12 ശിഷ്യന്മാരും ഒരുപോലെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കൂടിവരവാണ്
ഈ കാന എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തപ്പെടുന്നതായിട്ടുള്ള ഈ കൂടിവരവ്. എ പ്ലേസ് വെരി ക്ലോസ് ടു നസറേത്ത്. നസറേത്തുമായി വളരെ അടുത്ത്, വലിയ ദൂരമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാന. ഇവിടെയുള്ള പ്രധാനപ്പെട്ട 4 മനുഷ്യരെക്കുറിച്ച് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാന എന്ന് പറയുന്ന ഈ കല്യാണ വീട്ടിലുണ്ടായിരുന്ന 4 മനുഷ്യരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി എൻ്റെ ധ്യാനം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുകയാണ്. ഒന്ന്, ദ ഹോസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്. ഈ കല്യാണ വീടിൻ്റെ ഹോസ്റ്റാണ്, അത് വീട്ടുകാരനാണ്, മറ്റാരുമല്ല. നമുക്കറിയാം, ഒന്നാമത്തെ കഥാപാത്രം വീട്ടുകാരൻ, ഈ കല്യാണം സംഘടിപ്പിച്ചവൻ വീട്ടുകാരൻ, ദ ഹോസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്. 2, ദ ഗസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്. ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരാണ്. യേശുവും അവൻ്റെ ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. 3-മതായിട്ട് ദ ലാസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്, ഏറ്റവും ഒടുക്കത്തെ മനുഷ്യർ, അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേലക്കാരായ മനുഷ്യരാണ്, അവിടെ വെള്ളം കോരി വെച്ച വേലക്കാരായ മനുഷ്യർ, ഏറ്റവും അവസാനത്തെ മനുഷ്യർ. ഇവരെ വളരെ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി മുൻപോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ 50 നോമ്പിലും ആദ്യത്തെ ഞായറാഴ്ച ഞാനും നിങ്ങളും ക്രമമായി ദൈവാലയത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾക്കുന്ന ഏവൻഗേലിയോൻ വേദഭാഗമാണ് കാനാവിലെ കല്യാണം. എല്ലാ നോമ്പുകളും ആരംഭിക്കുന്നത് ഈ കാനാവിലെ കല്യാണത്തോടെ ചേർന്നാണ്. എവരി ഫാസ്റ്റ് ബിഗിൻസ് വിത്ത് എ ഫീസ്റ്റ്. എല്ലാ നോമ്പുകളും ആരംഭിക്കുന്നത് കാനാവിലെ കല്യാണത്തിലാണ് എന്നുള്ളത് മറന്നു പോകരുത്. നഥനയേൽ ദൈവത്തോട് ചോദിക്കുന്നു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അതിനുള്ള ഉത്തരമാണ് കാനാവിലെ കല്യാണം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്ന ആദ്യത്തെ അടയാളം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. കാരണം ഇതിൻ്റെ ഒരു പശ്ചാത്തലവും സാഹചര്യവും പറയാതെ എങ്ങനെയാണ് കാനാവിലെ കല്യാണം ധ്യാന വിഷയമാക്കുന്നത്? ഒന്നാമത്തെ വ്യക്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദ ഹോസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്, വീട്ടുകാരൻ, കല്യാണം സംഘടിപ്പിച്ച വീട്ടുകാരൻ. എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, ദ ഫസ്റ്റ് ലെസൺ, എ ലെസൺ ഓഫ് കാഴ്ചയുടെ പാഠം. കാഴ്ചയുടെ പാഠമാണ് വീട്ടുകാരൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. കാര്യങ്ങളെ ഗൗരവമായി കാണാനുള്ള ഒരു പാഠം ഈ വീട്ടുകാരൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഒന്നാമത്തെ ധ്യാനത്തിന് ഞാൻ ഇങ്ങനെ തലക്കെട്ട് കൊടുക്കട്ടെ: വിചാരമില്ലാത്ത വീട്ടുകാരൻ. വിചാരമില്ലാത്ത വീട്ടുകാരൻ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി എന്ന് പറഞ്ഞാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 3-ാം നാൾ വളരെ ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് 3-ാം നാളാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ് 3-ാം നാൾ എന്നുള്ളത് മറന്നു പോകരുത്. എ ഡേ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ദിവസമാണ്. വേദപുസ്തകത്തിൽ ഇനിയും 3-ാം ദിവസത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. യേശു കർത്താവിനെയും കൊണ്ട് മാതാപിതാക്കൾ ദൈവാലയത്തിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ അവനെ കണ്ടില്ല. കൈപിടിച്ചു പോയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിനുശേഷം അവർ കുഞ്ഞിനെ അന്വേഷിച്ച് തിരികെ നടക്കുകയാണ്. 3 ദിവസത്തിന് ശേഷം അവർ ദൈവാലയത്തിൽ അവനെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്ന ദിവസമാണ് 3-ാം ദിവസം. കളഞ്ഞു പോയതൊക്കെ തിരിച്ചു കിട്ടുന്ന ദിവസത്തിൻ്റെ പേരാണ് 3-ാം ദിവസം. വിശുദ്ധ വേദപുസ്തകത്തിൽ, പഴയ നിയമപുസ്തകത്തിൽ യോനയെക്കുറിച്ച് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. യോന തർസീസിലേക്ക്, നിനവയിലേക്ക് പോകാനായി ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുമ്പോൾ അവൻ തർസീസിലേക്ക് പോവുകയാണ്. അവനെ വെള്ളത്തിൽ കളയുന്ന ഒരു മത്സ്യം അവനെ വിഴുങ്ങിയതായി രേഖപ്പെടുത്തുന്നു. 3-ാം നാൾ മത്സ്യം അവനെ കരയ്ക്ക് ഛർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ഗുണപ്പെടാൻ പറ്റിയ ദിവസമാണ് 3-ാം നാൾ. യോനായിക്ക് മാനസാന്തരം വന്ന ദിവസമാണ് 3-ാം നാൾ. ഇന്ന് കൺവെൻഷൻ്റെ 4-ാമത്തെ ദിവസമാണ്. നന്നാവാനാണെങ്കിൽ 3 ദിവസം മതി പ്രിയമുള്ളവരെ. ഗുണപ്പെടാൻ 3-ാം ദിവസം ഇനഫ് മതി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മരിച്ചുപോയവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം 3-ാം ദിവസം. നഷ്ടപ്പെട്ടതുപോയ അതൊക്കെ കണ്ടുകിട്ടുന്ന ദിവസം 3-ാം ദിവസം. മാനസാന്തരപ്പെടാൻ കഴിയുന്ന ദിവസം 3-ാം ദിവസം. വിശുദ്ധ വേദപുസ്തകത്തിൽ ലാസറിന്റെ കല്ലറയിലേക്ക് കർത്താവ് നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് സഹോദരി ഇങ്ങനെ മുനവെച്ച് അവനോടൊരു വർത്തമാനം പറയുന്നുണ്ട്. അവൾ വിളിക്കുന്നുണ്ട് ക്രിസ്തുവിനെ. വിളിച്ചതിന് ശേഷം ഇങ്ങനെ മുനവെച്ച് ഒരു സംസാരിക്കുന്നുണ്ട്.
നീ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അവനെ കല്ലറയിൽ വെച്ചിട്ട് ടുഡേ ഈസ് ദ 4th ഡേ, ഇന്ന് 4ാമത്തെ ദിവസമാണ്. 4ാം ദിവസം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന ദിവസമാണ്. 4ാം ദിവസം പ്രത്യാശ പോയി പോകുന്ന ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ 3ാം ദിവസം എ ഡേ ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ ദിവസത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് കാനാവിലെ കല്യാണം ആരംഭിക്കുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നു പോകരുത് പ്രിയമുള്ളവരെ എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദ എൻഡ് ഓഫ് മാൻസ് ഹോപ്പ്, ദ ബിഗിനിങ് ഓഫ് ഗോഡ്സ് ടൈം. മനുഷ്യൻ്റെ പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് സ്വർഗത്തിലെ തമ്പുരാൻ ഇടപെടുന്നതിൻ്റെ ഏറ്റവും വളരെ വ്യക്തമായ ഉദാഹരണമാണ് കാനാവിലെ കല്യാണം എന്നുള്ളത് മറക്കരുത്. ഇയ്യോബിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ, ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്: ഇവിടെ ഇയ്യോബിൻ്റെ വചനങ്ങൾ അവസാനിക്കുന്നു. ഇവിടെ ഇയ്യോബിൻ്റെ വചനങ്ങൾ അവസാനിക്കുന്നു. സ്വന്തം ജന്മദിനത്തെ പോലും ശപിച്ച ഇയ്യോബിൻ്റെ വിചാരങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഇവിടെ വിട എന്ന് പറഞ്ഞാണ് 31-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യം അത് രേഖപ്പെടുത്തി വിശുദ്ധ വേദപുസ്തകത്തിൽ വെച്ചിരിക്കുന്നത്. എല്ലാം അവസാനിക്കുന്നിടത്ത് സ്വർഗത്തിലെ തമ്പുരാൻ ഇടപെടുന്നു എന്നുള്ളത് ഈ കാനാവിലെ കല്യാണത്തിൽ ഞാനും നിങ്ങളും മറന്നു പോകരുത് പ്രിയമുള്ളവരെ. എല്ലാം തീർന്നു പോകുന്നിടത്ത് ഇടപെടുന്ന ഒരു സർവശക്തനായ തമ്പുരാനുണ്ട്. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ തങ്ങളുടെ ഗ്രാമത്തോടടുക്കുമ്പോൾ ദൈവം തമ്പുരാൻ അവരുടെ കൂടെ നടന്നതായി വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. അവർ തങ്ങളുടെ ഗ്രാമത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ദൈവം തമ്പുരാൻ അപ്പം നുറുക്കി കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തുകയാണ്. സ്വന്തം വീട്ടിൽ പോലും കയറാതെ അവർ അവിടുന്ന് തിരിച്ചു നടക്കുന്നതായി വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ഫ്രം ദ ഹോം ലാൻഡ് ടു ദ ഹോളി ലാൻഡ്. നോക്കുക, മാതൃപട്ടണത്തിൽ നിന്ന് ആ വിശുദ്ധ നാട്ടിലേക്ക് അവർ മടങ്ങിപ്പോരുകയാണ്. അവസാനിച്ചെന്ന് കരുതുന്നിടത്തുന്ന തുടങ്ങുന്നവൻ്റെ പേരാണ് ക്രിസ്തു. മറക്കരുത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ 13ാമത്തെ കൺവെൻഷൻ്റെ കടശി രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, തീർന്നുവെന്ന് തോന്നുന്നിടത്ത് ഇടപെടുന്നവൻ്റെ പേരാണ് ദൈവം തമ്പുരാൻ. ഫ്രം ദ ഒമേഗ പോയിന്റ് ടു ദ ആൽഫ പോയിന്റ്. അവസാനിച്ചെടുത്തുനിന്ന് തമ്പുരാൻ നിനക്ക് വേണ്ടി തുടങ്ങി വെക്കുന്ന ദൈവമാണ്. മറന്നു പോകരുത്. കാനാവിലും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഒരു മനുഷ്യന്റെ പ്രതീക്ഷയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പും തീരാൻ പോകുന്നിടത്ത് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇടപെടുന്നത് ഈ വേദഭാഗം രേഖപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: അവിടെ വീഞ്ഞ് തീർന്നുപോയി, അവിടെ വീഞ്ഞ് തീർന്നുപോയി. നോക്കുക, വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കല്യാണത്തിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. എന്താണ് വീഞ്ഞ് പ്രതിനിധാനം ചെയ്യുന്നത്? വൈൻ സിംബലൈസ് ലവ്, ജോയ് ആൻഡ് സ്പിരിച്വാലിറ്റി. അവൻ്റെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. എല്ലാ വിവാഹ സൽക്കാരങ്ങളും വീഞ്ഞ് വളരെ പ്രധാനപ്പെട്ട, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് അത് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അത് കല്യാണത്തെ സാങ്ക്ടിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. ഈ കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മിറ്റ്മെൻ്റ് ഉറപ്പിക്കുന്നതാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് കഴിയുമ്പോൾ ഈ വീഞ്ഞിൻ്റെ ഗ്ലാസ് അവർ പൊട്ടിക്കാറുണ്ട്. എന്തിനാണ് പൊട്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യെരുശലേം ദേവാലയത്തിൻ്റെ തകർച്ചയെ സൂചിപ്പിക്കാൻ, മാത്രമല്ല ജീവിതത്തിൻ്റെ നിസ്സാരതയെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ കല്യാണ വിരുന്നുകളുടെയൊക്കെ അവസാനം വീഞ്ഞ് ഗ്ലാസ് അവർ ഉടയ്ക്കാറുണ്ട് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ കല്യാണം ക്രമീകരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരല്പം പോലും കുറവ് വരാൻ അവൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കല്യാണം ഒക്കെ തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത്, പള്ളിയിലച്ഛൻ കഴിഞ്ഞാൽ കേറ്ററിംഗുകാരനെയാണ് വിളിക്കുന്നത്. കേറ്ററിംഗുകാരനെ വിളിച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം പ്രധാനമാണ്: എടാ 500 പേരെയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്, 500 പേർക്ക് ഭക്ഷണം കൊടുക്കണം, 50 പേർക്ക് അധികം വന്നാലും കുഴപ്പമില്ല, 50 പേർക്ക് തികയാതെ വരരുത്. ദ ഷോർട്ടേജ് ഓഫ് വൈൻ അത് ഷെയിംലെസ് ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ്. തന്നെയുമല്ല, യഹൂദ വിവാഹങ്ങൾ വളരെ ധൂർത്താണ്, എക്സ്ട്രാവാഗൻ്റായിട്ട് അവരിങ്ങനെ ചെലവഴിക്കുകയാണ് കല്യാണങ്ങൾക്ക്. അവിടെയാണ് വീഞ്ഞ് തീരുക എന്ന് പറയുന്നത്. ആതിഥ്യ മര്യാദയ്ക്ക് കോട്ടം തട്ടുകയാണ്. അവൻ്റെ ആതിഥ്യ മര്യാദയ്ക്ക് കോട്ടം തട്ടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ആതിഥ്യ മര്യാദയുടെ ഉദാത്തമായ ഉദാഹരണം കാണുന്നുണ്ട്. ലോത്തിനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ കയറി വന്നവരെ എങ്ങനെ സ്വീകരിക്കണമെന്ന് കാണിക്കുന്ന ആതിഥ്യ മര്യാദയുടെ ഏറ്റവും മകുടമായ ഉദാഹരണം അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ അവൻ്റെ ആതിഥ്യ മര്യാദയ്ക്ക് വല്ലാത്ത ഉലച്ചിൽ സംഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, എന്തുകൊണ്ടാണ് കാനാവിലെ കല്യാണ
വീട്ടിൽ വീഞ്ഞു തീർന്നു പോയത്? എന്തുകൊണ്ടാണ് കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയത്? ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. കാര്യങ്ങളെ ഗൗരവമായി കാണാൻ വീട്ടുകാരാ നിനക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാര്യങ്ങളെ കുറച്ചുകൂടെ കൃപയോടെ കാണാൻ, കാര്യങ്ങളെ കുറച്ചുകൂടെ ഗൗരവമായി കാണാൻ നിനക്ക് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറക്കരുത് നിങ്ങൾ, യേശുവും അവൻ്റെ ശിഷ്യന്മാരും സംബന്ധിച്ച വിരുന്ന് മേശയാണ് കാനാവിലെ കല്യാണ വിരുന്ന് എന്നുള്ളത് മറന്നു പോകരുത്. യേശുവിൻ്റെ അമ്മ ക്ഷണിക്കപ്പെട്ട, യേശു ക്ഷണിക്കപ്പെട്ട അവൻ്റെ 12 ശിഷ്യന്മാർ വന്ന വിരുന്ന് മേശയാണ് കാനാവിലെ കല്യാണ വീട്ടിലെ വിരുന്ന് മേശ. അങ്ങനെയാണെങ്കിൽ എൻ്റെ തമ്പുരാൻ സംബന്ധിച്ച, എൻ്റെ ദൈവം തമ്പുരാൻ സംബന്ധിച്ച വിരുന്ന് മേശയെ ഗൗരവമായി കാണാൻ വീട്ടുകാരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ അപകടം. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് വീഞ്ഞ് തീർന്നു പോയത്? ഒരുപക്ഷേ എൻ്റെ കൊച്ചുബുദ്ധിയിൽ ഇങ്ങനെ ആലോചിച്ചപ്പോൾ 2-3 ഉദാഹരണങ്ങൾ, 2-3 കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. ഒന്ന്, വേണ്ടത്ര വീഞ്ഞ് അവൻ കരുതിയിട്ടുണ്ടാവില്ല. അവൻ വിളിച്ച ആളുകൾക്ക് തക്കവണ്ണം വേണ്ടത്ര വീഞ്ഞ് ഒരുപക്ഷെ അവൻ കരുതിയിട്ടുണ്ടാവില്ല. രണ്ടാമതായിട്ട്, ഒരുപക്ഷെ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു കാണും. വീട്ടിൽ നിന്ന് ഒരാളെ ആയിരിക്കും വിളിച്ചേ, വീട് കൂടോടിങ്ങി വന്നു കാണും. കാരണം ചില സമയത്തൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ. ഈ സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞൊരു കണക്കെടുപ്പുണ്ടല്ലോ വീട്ടിലിരുന്ന്. അപ്പോൾ അച്ഛനും അമ്മാമ്മയും കൂടെ ഭയങ്കര അടി നടക്കും. എന്താണ് അടി? നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞതാ വിളിക്കുന്നതൊക്കെ കുറിച്ച് വെക്കണമെന്ന്. ഒരു കോണി കൂടെ നീയും വിളിച്ചു, ഒരു കോണി കൂടെ ഞാനും വിളിച്ചു. അവസാനം ആട്ട കിടക്കുന്ന മൊത്തം നാശമായിപ്പോയി. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടല്ലോ. തോന്നിയതുപോലെ വിളിച്ചിട്ടുണ്ടാവാം. ഒരു കണക്കുകൂട്ടലുകളും ഇല്ലാതെ, ഒരു പ്ലാൻ ഇല്ലാതെ അവർ ഒരു പക്ഷേ ഈ മനുഷ്യരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ മൂന്നാമത്തെ സാധ്യത, വിളമ്പാനറിയാത്തവൻ്റെ കയ്യിൽ ഈ വീഞ്ഞിൻ്റെ പാത്രം കൊടുത്തിട്ടുണ്ടാവാം. ഒരു ബോധമില്ലാത്തവൻ്റെ കയ്യിൽ, ഒരു ലക്കുമില്ലാത്തവൻ്റെ കയ്യിൽ ഈ വീഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവാം. അവൻ തോന്നിയതുപോലെ വിളമ്പിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഏത് കാരണമായിക്കോട്ടെ, വീഞ്ഞ് തീർന്നു പോവുകയാണ്. ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സങ്കടമാണ്. നമുക്കറിയാം, ഒരു കല്യാണമൊക്കെ നടത്തി തീരുമ്പോൾ വീഞ്ഞു എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ചാവുന്ന പല നാട്ടുകാർ പറയും. ആരും പറഞ്ഞില്ലെങ്കിലും മാർത്തോമ്മക്കാർ പറയും. കാരണം ഏറ്റവും പ്രധാനം അന്നവിചാരം, മുന്നവിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം. ഞാൻ പണ്ടൊരു പള്ളിയിലിരുന്നു, ഒരു സെൻട്രൽ മീറ്റിംഗ് നടന്നു. അവരോടൊരു മീൻകറി, എൻ്റെ പഴയ പള്ളിക്കാരെല്ലാം ഇന്ന് ഈ ശുശ്രൂഷയിലുണ്ട്. ഞാൻ ശുശ്രൂഷ ചെയ്ത കേരളത്തിലും ഗുജറാത്തിലും ബോംബെയിലും ഇപ്പോൾ ഭോപ്പാലിലുള്ള ആളുകൾ ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയിൽ ഒക്കെ സംബന്ധിക്കുന്നുണ്ട്. അവരൊക്കെ നാട്ടിൽ വന്നതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഏത് പള്ളിയാണ് എന്ന് പറയാനായിട്ട് തരയില്ല. പണ്ടൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തു, അവിടെ ഒരു സെൻട്രൽ മീറ്റിംഗ് നടന്നു. അവർ മീൻകറിയൊക്കെ വെച്ച് ഭംഗിയാക്കി വെച്ചു. എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, രാവിലെ അത് മുഴുവൻ ഇങ്ങനെ പതച്ചങ്ങ് പൊങ്ങി മീൻകറി അങ്ങ് കുളമായിപ്പോയി. പോയ മനുഷ്യരൊക്കെ ട്രെയിൻ കയറിപ്പോയി. പോയ മനുഷ്യരൊക്കെ ആകെ പ്രശ്നമായി. ചിലരൊക്കെ പകുതി വഴിക്ക് ഇറങ്ങേണ്ടി വന്നു, ചിലരൊക്കെ ചെന്നോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഈ ആകെ പ്രയാസമായി. ഏറ്റവും അവസാനം ഞാൻ അവിടെ നിന്നൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാനിങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനോട് ചോദിച്ചു, അച്ഛൻ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തൊക്കെ ഇരുന്നു. അയ്യോ, അച്ഛൻ ആ പള്ളിയിലിരുന്നാണോ വന്നു? പണ്ടവന്മാർ ഞങ്ങൾക്കൊരു മീൻകറി വെച്ച് തന്നു. അയ്യോ, ചത്താലും മറക്കത്തില്ലച്ചോ അന്ന് പോയ പോക്ക്, അന്ന് ട്രെയിനിൽ കാണിച്ച പരാക്രമം. അല്ലേലും അങ്ങനെയാണല്ലോ പ്രിയമുള്ളവരെ, ഭക്ഷണം പഴച്ചു പോയാൽ തീർന്നതാണ്, പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഇത് ഒരു മനുഷ്യൻ അങ്ങനെ അതിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ജാഗ്രതയുടെ പാഠം ആ മനുഷ്യൻ മറന്നുപോയി. കുറച്ചുകൂടെ ഗൗരവമായി കാര്യങ്ങളെ കാണാൻ അവൻ മറന്നുപോയി. ദൈവം തമ്പുരാൻ സംബന്ധിക്കുന്ന വിരുന്ന് മേശയെ, എൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാർ എഴുന്നള്ളി വന്ന വിരുന്ന് മേശയെ, എൻ്റെ ദൈവത്തിൻ്റെ അമ്മ സംബന്ധിച്ച വിരുന്ന് മേശയെ, എല്ലാവരെയും ക്ഷണിച്ച വിരുന്ന് മേശയെ അല്പം കൂടെ ഗൗരവമായി കാണാൻ വീട്ടുകാരാ നിനക്ക് കഴിയാതെ പോയത് കൊണ്ടാണ് നിന്റെ വീഞ്ഞ് തീർന്നു പോയത്. നിന്റെ കണ്ണെത്തേണ്ട സ്ഥലത്ത് നിന്റെ കണ്ണെത്തിയിട്ടില്ല. ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളെ നോക്കി നടത്തേണ്ട ഗ്രഹനാഥ, നീ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ, എൻ്റെ തമ്പുരാൻ സംബന്ധിച്ച വിരുന്നു സൽക്കാരത്തെ ഇത്ര അലക്ഷ്യമായി കാണാൻ എങ്ങനെ നിനക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടെന്ന് യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞവൻ ഇന്നത്തെ ഈ വിരുന്നു മേശയിലുണ്ട്. അത് കേട്ട് ശിഷ്യന്മാർ കൂടെ കൂടിയവൻ ഇന്നത്തെ ഈ വിരുന്നു മേശയിലുണ്ട്. അന്ത്രയോസ് സ്വന്തം സഹോദരനോട് മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു എന്നടയാളപ്പെടുത്തിയ മനുഷ്യൻ ഇന്നത്തെ വിരുന്ന് മേശയിലുണ്ട്. ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ജോസഫിന്റെ മകനായ ക്രിസ്തു എന്ന്
ഫിലിപ്പോസ് നഥനയേലിനോട് സാക്ഷ്യം പറഞ്ഞ മനുഷ്യൻ ഇന്നത്തെ ഈ വിരുന്നുമേശയിൽ സംബന്ധിക്കുന്നുണ്ട്, മറന്നു പോകരുത്. ആമേൻ, ആമേൻ. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മനുഷ്യൻ, എൻ്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ അടയാളപ്പെടുത്തിയ മനുഷ്യൻ, ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടുവെന്ന് സാക്ഷ്യം പറഞ്ഞ മനുഷ്യൻ ഇന്ന് ഈ വിരുന്നുമേശയിൽ സംബന്ധിക്കുന്നുണ്ട്. അവൻ ക്ഷണിക്കപ്പെട്ടവനാണ്, അവൻ ക്ഷണിക്കപ്പെട്ടവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്തുവിനെ ക്ഷണിച്ച വിരുന്നുമേശയെ ഇത്ര അലക്ഷ്യമായി കാണാൻ എങ്ങനെ നിനക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ, പഴയ നിയമ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വളരെ പെട്ടെന്ന് കൊണ്ടുപോകട്ടെ. പഴയ നിയമ പുസ്തകത്തിൽ ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഏലിയുടെ 2 മക്കൾ, യഹോവയ്ക്ക് പുരോഹിതരായി ശുശ്രൂഷ ചെയ്ത ഏലിയുടെ 2 മക്കളെ വിശുദ്ധ വേദപുസ്തകം എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ട്. ഒരുത്തൻ്റെ പേര് ഹൊഫ്നി, ഒരുത്തൻ്റെ പേര് ഫിനഹാസ്. ഹൊഫ്നിയും ഫിനഹാസും ദൈവത്തിന് പുരോഹിതരായി നിയോഗമേൽപ്പിച്ച മനുഷ്യരാണ്, മറന്നു പോകരുത്. ഇരുവരും യഹോവയ്ക്ക് പുരോഹിതരായിരുന്നവർ. ഇസ്രായേലിനോട് ദോഷം ചെയ്ത മക്കളായി വേദപുസ്തകം അവരെ അടയാളപ്പെടുത്തുന്നുണ്ട്. ശുശ്രൂഷയുടെ ഗൗരവം മറന്നുപോയ മനുഷ്യരായി വേദപുസ്തകം അവരെ അടയാളപ്പെടുത്തുന്നുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം രാത്രി കിടക്ക പങ്കിട്ട മക്കളായി, ഒപ്പം ശയിച്ച മക്കളായി ഏലിയുടെ മക്കളെ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നു. ഏലി മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളെ എന്തിനാണ്? അയ്യോ, ദുഷ്ടത നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണല്ലോ. അയ്യോ മക്കളെ, അരുത് മക്കളെ, ഇങ്ങനെ ചെയ്യരുത്. ദൈവത്തിന് പുരോഹിതനായി പട്ടം കെട്ടപ്പെട്ടവനാണ് നീ, ഒരിക്കലും പാടില്ല. യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് പറയുന്നത് അത്ര നല്ലതല്ല. അത് കേട്ട് എൻ്റെ ചെവി മടുത്തു പോയിരിക്കുന്നു. യഹോവയോട് നീ പാപം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മക്കളെക്കുറിച്ച് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത് ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യഹോവയുടെ വഴിപാടിനെ നിന്ദിച്ച ഹൊഫ്നിയെയും ഫിനഹാസിനെയും ദൈവം തമ്പുരാൻ നിന്ദിച്ചതായി വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുമുണ്ട്. നീചന്മാരായി യഹോവയെ ഓർക്കാത്തവരായ പുരോഹിതന്മാർ ഹോമയാഗം കഴിക്കുമ്പോൾ, പാവങ്ങൾ യാഗം കഴിക്കുമ്പോൾ മുപ്പല്ലിയുമായി മേധസ്സെടുത്തു കൊണ്ടുപോയ മനുഷ്യർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ നിന്ന അവരുടെ മേൽ വീണതായി വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ വിശ്വാസ സമൂഹമേ, ഇന്ന് രാത്രി അടിവരയിട്ട് ചോദിക്കട്ടെ, ദൈവം തമ്പുരാൻ എഴുന്നള്ളി വരുന്ന വിശുദ്ധ കൂദാശകളെ അലക്ഷ്യമായി കാണാൻ എങ്ങനെ നിനക്ക് കഴിഞ്ഞു? നാളെ രാവിലെ ഈ പന്തലിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷയാണ്. ദൈവം തമ്പുരാൻ ഇറങ്ങി വരുന്ന ശുശ്രൂഷകളെ എങ്ങനെയാണ് നിനക്ക് ഗൗരവമല്ലാതെ കാണാനായിട്ട് കഴിയുക? ഒരിക്കലും സാധ്യമല്ല പ്രിയമുള്ളവരെ. പിതൃഭവനത്തെ, സ്വന്തം അപ്പൻ്റെ ഭവനത്തെ അപമാനിച്ച മക്കളെക്കുറിച്ച് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. ധൂപപീഠത്തിൽ കയറാൻ അനുവാദം ലഭിച്ചവൻ, ധൂപം കാട്ടാൻ ഭാഗ്യം കിട്ടിയവൻ, ദൈവസന്നിധിയിൽ ഏഫോദ് ധരിക്കാൻ ഭാഗ്യം കിട്ടിയവൻ, ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും പുരോഹിതരായി പട്ടം കെട്ടപ്പെട്ടവർ ദൈവത്തെ മറന്നുപോയി, കാര്യങ്ങളെ നിസ്സാരമായി കണ്ടു. അപ്പനും മക്കളും മരിച്ചുപോയി. പ്രിയമുള്ളവരെ, ദൈവം സംബന്ധിക്കുന്ന ശുശ്രൂഷകളെ അലക്ഷ്യമായി നീ കാണരുതോ. നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹമേശകൾ, നിന്റെ കുഞ്ഞിൻ്റെ വിശുദ്ധ സ്നാപന ശുശ്രൂഷകൾ, നിന്റെ മക്കളുടെ ആദ്യ വിശുദ്ധ കുർബാന ശുശ്രൂഷകൾ, എന്തിനോ നിന്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനകൾ, സ്വർഗത്തിലെ തമ്പുരാൻ ഇറങ്ങി വരുന്ന അനുഭവങ്ങളാണ്. നീ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. നിന്റെ വീട്ടിൽ നിന്റെ മക്കളുടെ വിവാഹങ്ങൾ, നിന്റെ കുഞ്ഞുങ്ങളുടെ സ്നാന ശുശ്രൂഷകൾ, നിന്റെ കുഞ്ഞിൻ്റെ ആദ്യ വിശുദ്ധ കുർബാന ശുശ്രൂഷകൾ എല്ലാം സ്വർഗത്തിലെ തമ്പുരാൻ എഴുന്നള്ളി വരുന്ന ശുശ്രൂഷകളാണ്. നീ മറന്നു പോകരുത്. ഇന്ന് നീ ആ ശുശ്രൂഷകളെ ഗൗരവമല്ലാതെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഇറങ്ങി വന്ന ശുശ്രൂഷകളെ ഗൗരവമല്ലാതെ നീ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തോട് വിളിച്ചു പറയട്ടെ, നിന്നെ തമ്പുരാൻ നിന്ദിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. ദൈവത്തെ നിന്ദിച്ചാൽ നിന്റെ തമ്പുരാൻ നിന്നെ നിന്ദിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നുള്ളത് മറന്നു പോകരുത് പ്രിയമുള്ളവരെ. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളെ, എൻ്റെ ജീവിതത്തിൻ്റെ ക്രിസ്തു കടന്നു വരുന്ന ശുശ്രൂഷകളെ, മാർത്തോമാ സഭയിൽ അനുഗ്രഹീതമായി പട്ടംകുട ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണല്ലോ അഭിവന്യ കുർലോസ് തിരുമേനി. ആ ശുശ്രൂഷകളൊക്കെ എടുക്കുമ്പോൾ എത്രമാത്രം കണ്ണു നിറയാതെ ആ ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരാനായിട്ട് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിന്റെ ജീവിതത്തിൻ്റെ ദൈവം സംബന്ധിക്കുന്ന വിരുന്നുമേശകളെ നീ അലക്ഷ്യമായി
കാണരുത് എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ വിവാഹ ശുശ്രൂഷ മാർത്തോമാ സഭയിലെ ഒരു തിരുമേനി ആശീർവദിക്കുന്ന വിശുദ്ധ വിവാഹ ശുശ്രൂഷ എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവില്ല. വളരെ മുന്തിയ ഭക്ഷണമാണ്. ഉന്നതമായ വളരെ വലിയ ഓഡിറ്റോറിയവും പള്ളിയുമൊക്കെയാണ്. എല്ലാം നന്നായി കാശ് പൊട്ടിച്ചിട്ടുണ്ട്, നന്നായി ഒരുങ്ങിയിട്ടുണ്ട്, എല്ലാം ഭംഗിയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വിവാഹ കുദാശ കഴിഞ്ഞു. അതിനുശേഷം തിരുമേനിക്കൊരുക്കിയ ഭക്ഷണത്തിൽ കുറച്ച് അച്ഛന്മാരും ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങിപ്പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. അവിടെ വലിയൊരു പ്രയാസം നടക്കുകയാണ്. മദ്യപിച്ചതിന് ശേഷം ചെറുക്കൻ കൂട്ടരും പെൺകൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടാവുകയാണ്. 10 മണിയാകുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ചെറുക്കൻ കൂട്ടരും പെൺകൂട്ടരും തമ്മിൽ വാശി പിടിച്ച് അവസാനം അടിയിൽ കലാശിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ പവിത്രമായ ഒരു തിരുമേനി ആശീർവദിച്ച വിശുദ്ധ വിവാഹ കൂദാശ കുറച്ച് കഴിഞ്ഞൊരു ഫോൺ സന്ദേശം ലഭിക്കുകയാണ്. അയ്യോ, വളരെ സങ്കടകരമായി അത് പര്യവസാനിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ സങ്കടത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, ആ വിവാഹ ശുശ്രൂഷ അധികകാലം നീണ്ടു നിന്നില്ല. ആ 2 കുഞ്ഞുങ്ങളും തമ്മിൽ വേർപിരിഞ്ഞു. ഇപ്പോൾ അവർ 2 പേരും ഡിവോഴ്സായി പിരിഞ്ഞുപോയി. ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണെന്നറിയാമോ? ദൈവം തമ്പുരാൻ സംബന്ധിച്ച നിന്റെ വിരുന്നുമേശയെ നീ ഗൗരവമല്ലാതെ കണ്ടാൽ പാപമാണ്. സ്വർഗത്തിലെ തമ്പുരാൻ ഇറങ്ങി വരുന്ന നിന്റെ ജീവിതത്തിന്റെ വിരുന്നുമേശകളെ ഗൗരവമല്ലാതെ ഇന്ന് രാത്രി നീ കാണുന്നെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, പാപമാണ്. മറന്നു പോകരുത്. ഈ വീട്ടുകാരനെ സംഭവിച്ചത് അവൻ തമ്പുരാൻ ഇറങ്ങി വരുന്ന ശുശ്രൂഷയെ അലക്ഷ്യമായി കണ്ടു എന്നുള്ളതാണ്. ഗൗരവമില്ലാതെ പോവുകയല്ലേ പ്രിയമുള്ളവരെ? വിശുദ്ധ കുർബാനകൾ ഗൗരവമില്ലാതെ പോവുകയല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഭാ കൂദാശകൾ ഗൗരവമല്ലാതെ ഞാനും നിങ്ങളും കാണുകയല്ലേ? എന്തിനോ രാത്രിയിൽ നടക്കുന്ന കുടുംബ പ്രാർത്ഥനകളെ പോലും ഗൗരവമല്ലാതെ ഞാനും നിങ്ങളും കാണുകയല്ലേ? പണ്ട് ഒരു സംഭവകഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഭർത്താവ് കിടന്ന് നന്നായി ഉറങ്ങുകയാണ്. ഉടനെ ഭാര്യ ചെന്ന് ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. മനുഷ്യ, നേരം വെളുത്ത് പെട്ടെന്ന് എഴുന്നേൽക്ക്, നിങ്ങൾക്ക് പോകേണ്ടതല്ലേ? അദ്ദേഹം വീണ്ടും പുതപ്പ് തലയെ കൂടിയിട്ട് വീണ്ടും തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. ഭാര്യ എന്ന് പുതപ്പ് വലിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, മനുഷ്യ എഴുന്നേക്ക്, നിങ്ങൾക്ക് പോകണ്ടേ? ഇന്ന് നിങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള ദിവസമാണ്. നിങ്ങൾ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തയ്യാറാവാൻ പറഞ്ഞു. ഉടനെ ഭർത്താവ് പറഞ്ഞ മറുപടി, എനിക്ക് പള്ളിയിൽ പോകണ്ട. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, I don't want to go to church because of 2 reasons. ഒന്ന്, they don't like me, I don't like them. എനിക്ക് അവരെയും ഇഷ്ടമല്ല, അവർക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കിന്ന് പള്ളിയിൽ പോകണ്ട. ഉടനെ ഭാര്യ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യ, എനിക്ക് നിങ്ങളോട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നിങ്ങൾ പോകണമെന്ന് പറയാൻ 2 കാര്യങ്ങൾ പ്രധാനമായി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. I will give you much more important 2 reasons to go to church. പള്ളിയിൽ പോകാൻ അതിനേക്കാൾ 2 പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒന്ന്, ടുഡേ ഈസ് സൺഡേ, ഇന്ന് ഞായറാഴ്ചയാണ്, മറക്കരുത് നീ. 2, യു ആർ ദ പാസ്റ്റർ ഓഫ് ദ ചർച്ച്, നീ ആ പള്ളിയിലെ പുരോഹിതനാണ്, മറന്നു പോകരുത്. നീ ആ പള്ളിയിലെ ശുശ്രൂഷക്കാരനാണ്, മറന്നു പോകരുത്. അതുകൊണ്ട് നീ എഴുന്നേറ്റേ മതിയാവും, നിനക്ക് പള്ളിയിൽ പോയേ മതിയാവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഗൗരവമല്ലാതെ നിന്റെ ശുശ്രൂഷയെ നീ കാണരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വിശുദ്ധ വേദ പുസ്തകത്തിൽ 2 ശമൂവേലിന്റെ പുസ്തകം ദാവീദിനെ അടയാളപ്പെടുത്തുകയാണ്. ദാവീദിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോയപ്പോൾ ദൈവത്തിൻ്റെ കൈ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ യുദ്ധം ജയിച്ചു എന്ന് അടയാളപ്പെടുത്തുകയാണ്. എന്നാൽ പിറ്റേ ആണ്ടിൽ 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം, പിറ്റേ ആണ്ടിൽ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് പോയില്ല. അവൻ്റെ സ്വന്തം അരമനയിൽ തന്നെ അവൻ താമസിച്ചു. കഴിഞ്ഞ വർഷം യുദ്ധം ജയിച്ചു, ഈ വർഷം യുദ്ധം ജയിക്കുമെന്ന് അവൻ കരുതി. കഴിഞ്ഞ വർഷം യുദ്ധം ജയിച്ചെങ്കിൽ ഈ വർഷവും യുദ്ധം ജയിക്കുമെന്ന് കരുതി അവൻ പോയില്ല. പ്രിയമുള്ളവരെ, പടക്കളത്തിൽ മുമ്പിൽ നിന്ന് പടയാളികളെ നയിക്കേണ്ടവൻ ഇവിടെ ഇതാ സ്വന്തം അരമനയിൽ അവൻ ഇരുന്നു എന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയോ. അവൻ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതാ ഒരു സ്ത്രീ കുളിക്കുന്നത് അവൻ കണ്ടു. ഊരിയാവിൻ്റെ ഭാര്യ, അവൾ കുളിക്കുന്നത് അവൻ കണ്ടു. അവൻ പാപം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാവീദ് പാപം ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാമോ? പടക്കളത്തിൽ മുമ്പിൽ നിന്ന് നയിക്കേണ്ട നീ അലസതയോടെ നിന്റെ മട്ടുപ്പാവിലിരുന്നതാണ്. കാര്യങ്ങളെ ഗൗരവമായി കാണേണ്ട, കാര്യങ്ങളെ ജാഗ്രതയോടെ കാണേണ്ട ദൈവ പൈതലേ, നീ അലസതയിൽ വീണുപോയാൽ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, മറന്നു പോകരുത്. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തോട് വിളിച്ചു പറയട്ടെ, കുറച്ചുകൂടെ ഗൗരവമായി നീ ജീവിതത്തെ കണ്ടേ മതിയാവൂ എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഗൗരവമായി ഈ ശുശ്രൂഷയെ കാണാൻ നീ പഠിക്കണം. അപ്പോഴാണ് നിന്റെ ജീവിതം അനുഗ്രഹമായി തീരുന്നത്. നീ കയറി നിൽക്കുന്ന ഇടങ്ങളെക്കുറിച്ച് ഗൗരവം വേണം. മാർത്തോമാ സഭ ഓരോ പ്രാവശ്യവും ഇങ്ങനെ
ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അയക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ദയവായി മദ്യപാനികളോ അല്ലെങ്കിൽ തോന്നിയാവാസത്തിൽ ജീവിക്കുന്നവരോ തെറ്റായി നടക്കുന്നവരോ ശുശ്രൂഷ സ്ഥാനത്ത് വരരുത് എന്നൊക്കെ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇനി മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ കൽപ്പന വന്നില്ലെങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നീ നിൽക്കുന്ന ഇടത്തിൻ്റെ വിശുദ്ധി അറിയാതെ, ഗൗരവം അറിയാതെ, നീ പോകുന്ന ഇടത്തിൻ്റെ ആ ശുശ്രൂഷയുടെ മഹത്വം അറിയാതെ നീ കടന്നുപോയാൽ നിന്റെ ജീവിതത്തെ സ്വർഗത്തിലെ തമ്പുരാൻ നിന്ദിക്കുന്ന ഒരു ദിവസമുണ്ടാകും. അത് നീ മറന്നു പോകരുത്, എഴുതി വെക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാളെ രാവിലെ ഈ പന്തലിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷയാണ്. ഗൗരവമായി വിശുദ്ധ കുർബാനയെ കാണാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്ന്, ദ ഹോസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്, വീട്ടുകാരൻ, വിചാരമില്ലാത്ത വീട്ടുകാരൻ, കാര്യങ്ങളെ കുറച്ചുകൂടെ ഗൗരവമായി കാണാൻ പഠിപ്പിക്കുക. ഒന്ന്, കാഴ്ചയുടെ പാഠം. രണ്ട്, ദ ഗസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്, അവിടെ ക്ഷണിക്കപ്പെട്ടവരെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു എന്ന് രേഖപ്പെടുത്തുമ്പോൾ മറിയെക്കുറിച്ച് പരാമർശങ്ങളൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഒരുപക്ഷെ അവളെയും ആ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ടാവാം. വേദപുസ്തക പണ്ഡിതന്മാർ ഫാമിലി റിലേഷനാണ് എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും മറിയെയും ആ വീട്ടിൽ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. വിളിക്കപ്പെട്ടവരെ കുറിച്ചാണ് എൻ്റെ രണ്ടാമത്തെ ധ്യാനം. ഒന്നാമത്തേത് വിളിച്ചവനാണ്, രണ്ട് വിളിക്കപ്പെട്ടവരാണ്. അവർ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം അറിവിൻ്റെ പാഠമാണ്. ഒന്ന്, കാഴ്ചയുടെ പാഠമാണ്. എങ്ങനെയാണ് നീ ഒരു കാര്യത്തെ കാണുക, കുറച്ചുകൂടെ ഗൗരവമായി കാണണം. രണ്ട്, അറിവിൻ്റെ പാഠമാണ് മറിയ എന്നെയും നിങ്ങളെ പഠിപ്പിക്കുന്നത്. എ ലെസൺ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അറിയാൻ കഴിയുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്ത് വീഞ്ഞ് തീർന്നു പോകുമ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അവൾ ക്ഷണിക്കപ്പെട്ടവളാണ്, അവൾ അവിടെ വന്നിട്ടുണ്ട്. വീഞ്ഞ് തീർന്നു പോകുമ്പോൾ പെട്ടെന്ന് അവൾ അറിയുകയാണ്. ഉടനെ അവൾ ഓടുകയാണ്. ആരുടെ അടുത്തേക്കാണ്? മോൻ്റെ അടുത്തേക്കാണ്, ക്രിസ്തുവിൻ്റെ അടുത്തേക്കാണ് ഓട്ടം. അവൾ ക്രിസ്തുവിൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: മോനെ, ഈ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി, എത്രയും പെട്ടെന്ന് നീ ഇടപെടണം. മോൻ്റെ മറുപടി വിചിത്രമാണ്: സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ആതിഥേയൻ പരാജയപ്പെടുന്നിടത്ത് അതിഥി ഇടപെടുകയാണ്. മറിയ അവിടെ കൊണ്ട് നിർത്തുന്നില്ല, അവൾ അസ്വസ്ഥയാണ്. നിങ്ങൾ മറിയയെ ചുമ്മാതൊന്ന് ശ്രദ്ധിക്കണം. മറിയ ഇങ്ങനെ പരവേശം പിടിച്ച് ആ വീട്ടിലൂടെ ഓടുകയാണ്. രാത്രി കിടക്കുമ്പോൾ ചുമ്മാതെ നിങ്ങളൊന്ന് സ്വപ്നം കാണണം, കാനാവിലെ കല്യാണ വീട്. അവൾക്ക് ഇരിക്കപ്പൊറുതിയില്ല. അവൾ മോൻ്റെ അടുത്തൊന്ന് മറുപടി കിട്ടിയതും അവൾ ഓടി വേലക്കാരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൾ ഇങ്ങനെ പറയുകയാണ്: എൻ്റെ മോൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ അങ്ങ് ചെയ്തേക്കണം. പ്രിയമുള്ളവരെ, മോൻ കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം: സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? അവിടം കൊണ്ട് മറിയ പുസ്തകം അടച്ചു വെച്ചിട്ട് തിരിച്ചു പോകേണ്ടതാണ്. അവൾ പോയില്ല. അവൾ ഓടി വേലക്കാരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു: എൻ്റെ മോൻ വല്ലതും പറഞ്ഞാൽ. ഏത് മോനാ? ഇപ്പോൾ പറഞ്ഞ മോൻ പറയുകയും ചെയ്യും. അവൻ വല്ലതും പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ അങ്ങ് ചെയ്തിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷക്കാരോട് ഇങ്ങനെ പോയി പറയാൻ ഒരു ധൈര്യം ഈ അമ്മയ്ക്ക് എവിടെ കിട്ടിയെന്ന് ഇന്ന് രാത്രി നിങ്ങളൊന്ന് ശാന്തമായി ധ്യാനിക്കാതെ തിരിച്ചു പോകരുത്. മോൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തൊന്ന് വീണ്ടും ആ അമ്മ ഓടണമെങ്കിൽ ആ അമ്മയ്ക്ക് കിട്ടിയ ധൈര്യം എവിടെ നിന്നാണ് എന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അവൾ ഇങ്ങനെ അസ്വസ്ഥതയോടെ ഓടുകയാണ്. എന്തിനാണ് അവൾ ഓടുന്നത്? കാരണം ഒരു വീട്ടിൽ വീഞ്ഞ് തീർന്നു പോവുകയാണ്. അവൾ അത് അറിയുകയാണ്. ആ വീടിൻ്റെ സങ്കടം അവൾ അറിയുകയാണ്. അവൾക്കിനിയും ഇരിക്കപ്പൊറുതിയില്ല. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു 100 നോട്ടീസ് അടിച്ചേനെ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അവളുടെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി എന്നുള്ളത്? പ്രിയമുള്ളവരെ, മറിയ അങ്ങനെയല്ല ചെയ്തത്. അവൾ ഉടനെ തന്നെ അവൾ ഇത് കണ്ടിട്ട് ഓടിപ്പോയാണ്. അവൾ വേലക്കാരുടെ കാല് പോയി പിടിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ഒരു വീടിനുണ്ടാവുന്ന മാനഹാനിയിൽ ഒരമ്മ വല്ലാതെ ഇടപെടുകയാണ്. ഈ മറിയോട് ചോദിക്കണം: എന്തിനാണമ്മേ നീ ഇങ്ങനെ തിടുക്കം കാട്ടുന്നത് എന്ന് ഈ അമ്മയോട് ഇന്ന് രാത്രി നിങ്ങളൊന്ന് ചോദിക്കണം. ഉടനെ അവൾ നിങ്ങളോടൊരു മറുപടി പറയും: എന്തിനാണ് ഇങ്ങനെ തിടുക്കം കാട്ടുന്നതെന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥയുടെ മുമ്പിൽ അവൻ നിൽക്കുകയാണ്. അവൻ നാണംകേടിൻ്റെ ഗതികേടിൻ്റെ തീച്ചുളയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ അമ്മ ഓടാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അതൊരു ഫ്ലാഷ് ബാക്കാണ്. ഞാൻ നിങ്ങളെ ഈ അമ്മയുടെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുപോവുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു: മറിയേ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോവുകയാണ്. കന്യകയായ പാവം മറിയ ഇങ്ങനെ ചൂളി നിൽക്കുകയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അവളോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്: മറിയ, നീ ഭയപ്പെടേണ്ട, നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ്. ഉണ്ടാവുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഒരു സാധാരണ ഗ്രാമ പെൺകുട്ടിയായ ഈ കന്യകയായ മറിയ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്.
തമ്പുരാന്റെ വചനത്തിന് അവൾ കാത് കൂർപ്പിച്ചു. അവൾ ശിരസ് നമിച്ചു കൊടുത്തു. അപ്പോൾ അവളുടെ ഭർത്താവായി വരാൻ പോകുന്ന ചെറുപ്പക്കാരൻ ജോസഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഉടനെ ദൈവം തമ്പുരാൻ ജോസഫിനോട് പറഞ്ഞു, ജോസഫേ, നീ അവളെ ഉപേക്ഷിക്കരുതോ, നീ അവളെ ഉപേക്ഷിക്കരുത്, നീ അവളെ ചേർത്തുകൊള്ളണം. ഒരു വാക്കുപോലും മറുത്തു പറയാതെ ജോസഫ് എന്ന് പറയുന്ന നീതിമാനായ അപ്പൻ ഓടി വന്നിട്ട് അവനവൻ്റെ ഭാര്യയെ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും വട്ടം അവനവൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച്. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ എവിടെയാണ് വട്ടം പിടിച്ചതൊന്നും ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കരുത്. എന്നാൽ ഈ സന്തോഷത്തിന് 1000 വട്ടം ഉറപ്പായി വിശ്വസിക്കുന്നു. ഈ ജോസഫ് ആ ഒരൊറ്റ അരുളപ്പാടിൻ്റെ പുറത്ത് അവൻ ഓടി വന്ന് അവൻ തൻ്റെ ഭാര്യയെ വട്ടം പിടിച്ചു. ഗതികേടിൻ്റെ തീച്ചുളയിൽ സർവ്വവും തകർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ കല്ലെറിഞ്ഞു കൊല്ലാൻ കല്ലുമായി കുറെ മനുഷ്യരിങ്ങനെ തക്കം പാർത്ത് നിൽക്കുമ്പോൾ ഇനി മുൻപോട്ട് ഒരു കച്ചിത്തുരുമ്പ് പോലും ആശ്രയിക്കാനില്ല എന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ വല്ലാതെ നീറി ദൈവത്തിൻ്റെ വിധിക്ക് ശിരസ് കുനിച്ച് നിൽക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച ഒരപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ മോനെ ഇന്ന് ഈ കല്യാണ വീട്ടിൽ നീ ഉള്ളത് മറന്നു പോകരുത്. അന്ന് ഈ അമ്മയെ കല്ലെറിഞ്ഞൊരു മനുഷ്യർ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞി ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അന്ന് മോനെ നിന്റെ അപ്പൻ ഈ മാതാവിനെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇന്ന് നീ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഈ അമ്മ വേലക്കാരുടെ അടുത്തോടിയത്? കാരണം ആ അമ്മയ്ക്കറിയാം അവൻ്റെ അപ്പൻ അങ്ങനെ ചെയ്തെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കുമെന്ന് ആ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ ചേർത്ത് പിടിച്ച ആ ജോസഫിന്റെ മോനാണവനെങ്കിൽ ഉറപ്പായും അവൻ പറഞ്ഞിരിക്കും, ഈ വീടിൻ്റെ നിന്ന മാറ്റാൻ എൻ്റെ മോന് കഴിയുമെന്ന് ആ അമ്മ 1000 വട്ടം അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിന്നെ അറിയുന്നവൻ നിന്റെ വിരുന്ന് മേശയിലുണ്ട്, മറന്നു പോകരുത്. നിന്റെ ജീവിതത്തെ അറിയുന്നവൻ ഇന്ന് നിന്റെ വിരുന്ന് മേശയിൽ വന്ന് സംബന്ധിക്കുന്നുണ്ട്. ആ മറിയ നിന്റെ ജീവിതത്തെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് അറിയാൻ കഴിയാതെ പോവുകയാണ്. ആർക്കും പരസ്പരം അറിയാൻ കഴിയാതെ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ നിന്നെ അറിയുന്ന തമ്പുരാനുണ്ട്, മറക്കരുത്. അവൻ നിന്നെ അറിഞ്ഞ ദൈവമാണ്, മറന്നു പോകരുത്. വിശുദ്ധ വേദ പുസ്തകത്തിൽ ആദാം ഹൗവയെ പരിഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സുന്ദരമാണ്. ആഡം ന്യൂ ഹിസ് വൈഫ്, അവൻ്റെ ഭാര്യ അറിഞ്ഞു എന്നാണ് പറയുന്നത്. നിന്നെ ഇത്ര കണ്ട് അറിഞ്ഞ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വേറെ ആരാണ് പ്രിയമുള്ളവരെ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരമ്മ അവളെ അറിയുകയാണ്, ആ വീടിനെ അറിയുകയാണ്. നിന്ന ആ ഭാരത്തിൽ തകർന്നു പോകുന്ന ഒരു കുടുംബത്തെ ഒരമ്മ അറിയുകയാണ്. ആ കുഞ്ഞിനെ ആ അമ്മ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ഓരോ ശുശ്രൂഷകളിലും വിരുന്ന് മേശകളിലും നിന്നെ അറിയുന്നവൻ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള സുവിശേഷം. നിങ്ങളെ അറിയുന്നവൻ നിന്റെ ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ സംബന്ധിക്കുന്നുണ്ടോ? ഇന്ന് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ ഈ കൺവെൻഷൻ്റെ പന്തലിരിക്കുന്ന വിശ്വാസ സമൂഹമേ, നിങ്ങളെ നന്നായി അറിയാവുന്ന ഒരാൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്ന് ആർക്കും ആരെയും പിടുത്തം കിട്ടുന്നില്ല പ്രിയമുള്ളവരെ. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ താലന്ത് കിട്ടിയ മനുഷ്യരെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുത്തന് 10, ഒരുത്തന് 5, ഒരുത്തന് 1. 1 കിട്ടിയവനെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: അയ്യോ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്നറിഞ്ഞ് ഞാൻ നിന്റെ ദ്രവ്യം കൊണ്ടുപോയി മറച്ചു വെച്ചു. നോക്കുക, യജമാനനെ അറിയാൻ കഴിയാഞ്ഞതുകൊണ്ട് അവൻ തോറ്റുപോയി എന്ന് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അറിയാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. പണ്ട് നമുക്കറിയാം, പണ്ടത്തെ വിവാഹങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അവരൊക്കെ പരസ്പരം അറിഞ്ഞവരാണ്. പണ്ട് ഇന്നത്തെ പോലെ ഈ സ്കൂളുകളിലൊന്നും ഈ മാർഗ് കിട്ടുമ്പോൾ പണ്ടത്തെ കാലത്ത് ഈ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ടായിരുന്നു, ഒരു മഞ്ഞ കളർ കാർഡ്. നിങ്ങളൊക്കെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാർഡാണെന്ന് എനിക്കറിയാം. ഞാനും അത്ര കണ്ട് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാർഡാണ്. ഈ പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കൊണ്ടുപോയി അപ്പനെയും കൊണ്ട് ഒപ്പിടിയിപ്പിക്കുന്നത് ഒരല്പം ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഇത് അപ്പൻ ഒപ്പിട്ടെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം ക്ലാസ്സിൽ കയറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവരുടെ പ്രോഗ്രസ് കാർഡാണെങ്കിൽ അപ്പൻ ആ 7 അയലോക്കത്ത് വരത്തില്ല എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം ഒപ്പിടാൻ മാത്രം അതിനകത്തെങ്ങും ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ അപ്പൻ്റെ അടുത്ത് ഈ പ്രോഗ്രസ് കാർഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് അമ്മയുടെ അടുത്താണ്, അമ്മയാണ്. കാരണം അമ്മയാണ് ഏക ആയുധം. അമ്മയുടെ കൈ കൊണ്ട് ഈ പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് പറയും, അപ്പനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒപ്പിടിപ്പിച്ച് തരണം. ഉടനെ അമ്മ പറയും, നോക്കട്ടെ. പിറ്റേ ദിവസം അപ്പൻ പണിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോൾ അമ്മ കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് കാര്യം നടക്കുമെന്ന് കരുതി തെറ്റിപ്പോയി. അമ്മ ആ കാർഡൊന്ന് കാണിച്ചു പോലും ഇല്ല, മടക്കി തിരിച്ചു കൊണ്ടുപോയി. 2ാമത്തെ ദിവസം ഈ കാർഡുമായിട്ട് അമ്മ നിൽക്കുകയാണ്. ഇന്ന് കാര്യം നടക്കുമെന്ന് കരുതി. അന്നും ഒരു ചുക്കും നടന്നില്ല.
മൂന്നാമത്തെ ദിവസം 4-ാമത്തെ ദിവസം ആയപ്പോൾ അപ്പൻ കയറി വന്നു. അമ്മ കാർഡ് കൊണ്ടുപോയി കൊടുത്തു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒപ്പിടിയിലും കഴിഞ്ഞു. എല്ലാം ശുഭം പര്യവസാനിച്ചു. എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഇത് ആദ്യത്തെ ദിവസം കൊടുത്താൽ പോരായിരുന്നു? നിങ്ങൾ അമ്മയോട് ചോദിക്കണം, അമ്മ എന്താ അമ്മേ ആദ്യത്തെ ദിവസം ഈ പ്രോഗ്രസ് കാർഡ് കൊടുക്കാഞ്ഞേ? അമ്മ പറയും, മോനെ നിൻ്റെ അപ്പൻ കയറി വന്നപ്പോൾ അപ്പൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അപ്പൻ്റെ മൂഡ് ശരിയല്ലെന്ന്, അതുകൊണ്ട് കൊടുക്കാഞ്ഞതാ. അമ്മ അടുക്കളയിൽ ഭക്ഷണം വെക്കുമ്പോൾ പാത്രത്തിൻ്റെ ശബ്ദം അല്പം കൂടിയാൽ അപ്പൻ മക്കൾക്ക് നിർദ്ദേശം കൊടുക്കും, എടാ ഇപ്പോൾ അവളുടെ കൈവാക്കിന് പോയി കയറരുത്, നിൻ്റെ കച്ചവടം പോവും. ഇവർ തമ്മിൽ വലിയ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടന്നിട്ടില്ല. പക്ഷേ എൻ്റെ അപ്പൻ അറിയായിരുന്നു എൻ്റെ അമ്മയെ, എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു എൻ്റെ അപ്പനെ. ഇന്ന് പിള്ളേർ വിവാഹം കഴിച്ചു, അവൾ കിടന്ന് പാത്രം തല്ലി പൊട്ടിച്ചാലും അവനൊരു കൂസലും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ സങ്കടം. ആർക്കും ആരെയും അറിയാൻ കഴിയാതെ പോവുകയാണ് പ്രിയമുള്ളവരെ, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയാണ്. 50-ാമത്തെ വിവാഹ വാർഷികം ഒരു അമ്മച്ചി ആഘോഷിച്ചു. മക്കളൊക്കെ വന്ന് ഗംഭീരമായി നടത്തി. മക്കൾ തിരിച്ച് വിദേശത്ത് ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചി മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ എനിക്ക് ഒരു ദിവസം പോലും ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ വയ്യ. അമ്മച്ചി 50-ാമത്തെ വിവാഹ വാർഷികം മറന്നു പോകല്ലേ. അമ്മച്ചിക്ക് 70 വയസ്സായി. ഉടനെ ഈ മോൻ പറഞ്ഞു, അമ്മച്ചി 50-ാമത്തെ വിവാഹ വാർഷികം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്? ഉടനെ അമ്മച്ചി മോനോട് പറഞ്ഞു, മോനെ 50 വർഷം ഈ മനുഷ്യൻ്റെ കൂടെ കിടന്നിട്ടും എനിക്ക് ഈ പുള്ളിയെ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ലടാ, എനിക്ക് ഇതുവരെ ഈ പുള്ളിയെ പിടുത്തം കിട്ടിയിട്ടില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ പിടുത്തം കിട്ടിയിട്ടുണ്ടോ? അവളെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് പരസ്പരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ രാത്രിയിൽ ചോദിക്കുന്നത്. എത്ര അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? നടക്കത്തില്ല എന്നുള്ളതല്ലേ സത്യം പ്രിയമുള്ളവരെ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാൻ കഴിയാതെ പോവുകയാണ്, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, നിൻ്റെ ജീവിതങ്ങളെ നന്നായി അറിയുന്ന മനുഷ്യൻ്റെ പേരാണ് ക്രിസ്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിന്നെ നന്നായി അറിയുന്ന മനുഷ്യൻ്റെ പേരാണ് ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ സെഖര്യാവ് എന്ന് പറയുന്ന ഒരു പുരോഹിതനെ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. അവന് മക്കളില്ല എന്നാണ് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത്. ഓരോ ദിവസവും നറുക്ക് വീഴാൻ വേണ്ടി ഈ മനുഷ്യൻ കാത്തു നിൽക്കും. അവനാണോ നറുക്കുന്നവൻ ഇങ്ങനെ വിരളിൽ പൊങ്ങി നോക്കും. എല്ലാ ദിവസവും അവനല്ല നറുക്ക്. എന്നാൽ ഒരു ദിവസം ഈ ഭക്തനായ മനുഷ്യന് നറുക്ക് വീണു. നറുക്ക് വീണപ്പോൾ ദൈവാലയത്തിൽ ധൂപം കാട്ടാൻ അവനൊരു ഓട്ടമോടിയത് നിങ്ങൾ സ്വപ്നത്തെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കണം. അവനൊരു ഓട്ടമോടി ആ ദൈവാലയത്തിൻ്റെ റെയിലിങ്സിൻ്റെ മണ്ടയ്ക്കൂടെ ഈ പാവം പിടിച്ചവൻ ചാടി ഒരു ഓട്ടമോടി. എന്തിനാണെന്നറിയാമോ? ആ ധൂപപീഠത്തിൻ്റെ സ്റ്റെപ്പിൽ കയറി നിന്ന് എൻ്റെ ദൈവത്തോട് പറയണം, എൻ്റെ തമ്പുരാനെ എനിക്ക് മക്കളില്ല, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് കണ്ണുനീരോടെ ആ പദവിയിൽ കയറി നിന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. ആ മനുഷ്യൻ ഓടി, പ്രിയമുള്ളവരെ, അവൻ ധൂപപീഠത്തിൻ്റെ പടിയിൽ കയറി നിന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്, അവൻ ചോദിക്കാൻ എൻ്റെ ദൈവം തമ്പുരാൻ സമ്മതിച്ചില്ല. ഒരു വാക്കുരിയാടാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം സമ്മതിച്ചില്ല. ആ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് ദൈവം ഇറങ്ങി വന്നു. സെഖര്യാവിനോട് പറഞ്ഞു, സെഖര്യാവേ, നിനക്ക് സ്വർഗത്തിലെ തമ്പുരാൻ ഒരു കുഞ്ഞിനെ തരുവടാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹൃദയഭാരത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ വന്നാൽ നിന്നെ അറിയുന്ന ഒരുത്തൻ ഇന്ന് രാത്രി ഈ പന്തലിലുണ്ട്. നിന്നെ മനസ്സിലാക്കിയവൻ ഇന്ന് രാത്രി ഈ പന്തലിലുണ്ട്. ശമരിയ സ്ത്രീയെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു. അവൾ പോയി കിണറിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവളോട് ദൈവം ഇടപെടുകയാണ്. അവസാനം അവൾ ഓടി അപ്പുറത്തെ പട്ടണത്തിൽ ചെന്നിട്ട് പറയുകയാണ്, എന്നെ മനസ്സിലാക്കിയവൻ അവിടെ നിൽക്കുന്നു, അവൻ്റെ പേരാണ് മശിഹ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ മനസ്സിലാക്കിയവൻ്റെ പേരാ മശിഹ. നിന്നെ ഹൃദയം കൊണ്ടറിഞ്ഞവൻ്റെ പേരാണ് ക്രിസ്തു. എന്നെ അറിയുന്ന ഒരുത്തൻ വിരുന്നുമേശയിലുണ്ട് എന്നുള്ളതാണ് ഈ രാത്രിയിലെ സുവിശേഷം. മറിയ അറിയുകയാണ്, മറിയ അറിയുകയാണ്. ഓരോ വിശുദ്ധ കുർബാനകളും ഇങ്ങനെ പരസ്പരം കരുണയുടെ ഇടങ്ങളായി തീരണം പ്രിയമുള്ളവരെ. പരസ്പരം അറിയാൻ കഴിയുന്ന ഇടങ്ങളായി വിശുദ്ധ കുർബാനകൾ തീരണം. നിന്റെ വിരുന്നനുഭവങ്ങൾ അറിയാൻ കഴിയുന്ന ഇടങ്ങളായി തീരുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹമായി തീരുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഇങ്ങനെ ഒരു വേദഭാഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അരയോപകമധ്യേ അധ്യയന പുരുഷന്മാരെ, നിങ്ങളെല്ലാത്തിലും അതിഭക്തന്മാർ. എന്നാൽ ഞാൻ ഇങ്ങനെ ചുറ്റി നടന്നു നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്നൊരു വേദിക്കല്ല് ഞാൻ കണ്ടു. നിങ്ങളറിയാതെ ആരാധിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദമസ്കോസിൻ്റെ പതിവാർത്തിക വെച്ച് എന്നെ പിടിച്ച ദൈവം തമ്പുരാൻ, അവനാണ് സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച തമ്പുരാൻ. നിങ്ങൾക്കറിയാതിരിക്കുന്നത് എനിക്കറിയാം, പൗലോസ് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ആരെങ്കിലുമൊക്കെ അറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ടൈംസ് ഓഫ് ഇന്ത്യയിൽ അൾഷിമേഴ്സ് ഡേയിൽ വന്നതായിട്ടുള്ള ഒരു കഥ വളരെ ശ്രദ്ധേയമാണ്. ഭർത്താവ് ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ്. ഭാര്യയ്ക്ക് അൾഷിമേഴ്സ് ആണ്.
ഡോക്ടറിൻ്റെ അടുത്ത് മരുന്ന് വാങ്ങിക്കാനായി രാവിലെ ചെന്നു. തൻ്റെ നമ്പർ വന്നില്ല. ഈ മനുഷ്യൻ അസ്വസ്ഥനാണ്. ആ മനുഷ്യൻ പെട്ടെന്ന് എഴുന്നേറ്റ് ക്യാബിനിലേക്ക് നോക്കി. ഡോക്ടർ ഒരാളെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അല്പം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നോക്കി. ഡോക്ടർ ചോദിച്ചു, എന്താ നോക്കുന്നേ? ഡോക്ടർ, എന്നെ ഒന്ന് വിളിക്കാമോ? ഉടനെ പറഞ്ഞു, താങ്കളുടെ നമ്പർ എത്ര? 21ാമത്തെ നമ്പർ. ഇരിക്കവിടെ, 20 പേരെ വിളിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അല്പം കഴിയുമ്പോൾ വീണ്ടും ഈ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഡോക്ടർ, പ്ലീസ് എന്നെ ഒന്ന് വിളിക്കാമോ? ഉടനെ പറഞ്ഞു, പറ്റത്തില്ലെന്നേ, എല്ലാവരെയും വിളിച്ചതിന് ശേഷം അവസാനം വിളിക്കാം. ഈ മനുഷ്യൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ എഴുന്നേറ്റ് ഡോക്ടറെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഡോക്ടർ പറഞ്ഞു, നാശം പിടിക്കാൻ കയറി വാ. കയറി വന്ന് അകത്തിരുന്നു. അകത്തിരുന്നിട്ട് ചോദിച്ചു, ഏത് മരുന്നാ വേണ്ടിയേ? മരുന്നെല്ലാം കുറിച്ചതിന് ശേഷം മനുഷ്യനോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നത്? പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു അൾഷിമേഴ്സ് രോഗിയാണ്, അവൾക്ക് മറവി രോഗമാണ്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. എന്തേ കാരണം? അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവളുടെ കൂടെ ഇരുന്ന് എനിക്ക് കഴിക്കണം. ഉടനെ പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അവളത് കഴിക്കത്തില്ല. കാരണം അവൾക്ക് മറവിയാ. അവളോട് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ അവൾ കഴിക്കില്ല, അവൾക്ക് മറവിയാണ്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഉടനെ ഡോക്ടർ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നേ? പുള്ളിക്കാരി വഴക്കൊന്നും പറയത്തില്ലല്ലോ, കാരണം പുള്ളിക്കാരി ഇത് മറന്നുപോയല്ലോ. ഉടനെ ഈ മനുഷ്യൻ ഡോക്ടറുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഡോക്ടറെ, സത്യമാണ് ഡോക്ടർ പറഞ്ഞത്, അവൾ ഇത് മറന്നുപോയിട്ടുണ്ടാവും, പക്ഷേ എനിക്കറിയാമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൾ മറന്നിട്ടുണ്ടാവാം, പക്ഷേ എനിക്കറിയാമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെല്ലാം മറന്നാലും ഒരുത്തന് നിന്നെ അറിയാമല്ലോ. ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തട്ടെ, എൻ്റെ കർത്താവിന് നിന്നെ അറിയാമല്ലോ. ഈ മറിയ അവൾ അറിയുകയാണ്. അവളിങ്ങനെ അസ്വസ്ഥതയോടെ ഓടുകയാണ്. അവൾ ഈ വീടിൻ്റെ നിന്നയിൽ നിന്ന് അവളെ കരകയറ്റാൻ വേണ്ടി അവൾ ഓടുകയാണ്. ഇനി ഒരു വീട്ടിൽ പോലും ഇങ്ങനെ ഒരു ഗതികേടുണ്ടാവരുത്. ഇനി ഒരിടത്ത് പോലും ഇങ്ങനെ ഒരു സങ്കടമുണ്ടാവരുത്. അതുകൊണ്ട് അവൾ അസ്വസ്ഥതയോടെ ഓടുകയാണ്. 2, ദ ഗസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്. നിന്നെ അറിയുന്ന ഒരാൾ നിന്റെ വിരുന്ന് മേശയിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അറിവിൻ്റെ പാഠം. 1, വീട്ടുകാരൻ പഠിപ്പിക്കുന്ന കാഴ്ചയുടെ പാഠം. 2, വിളിക്കപ്പെട്ടവൾ പഠിപ്പിക്കുന്ന അറിവിൻ്റെ പാഠം. 3, ദ ലാസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്. വേലക്കാരാണ്. ആ വേദഭാഗത്ത് രേഖപ്പെടുത്തുന്ന വേലക്കാരെക്കുറിച്ചാണ്. അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, അവർ വക്കോളം നിറച്ചു. ദ ലാസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്. വേലയ്ക്ക് വിളിച്ച വേലക്കാർ, അവർ പഠിപ്പിക്കുന്ന ആത്മസമർപ്പണത്തിൻ്റെ പാഠം മറക്കരുത്. 3ാമത്തെ പാഠം ആത്മസമർപ്പണത്തിൻ്റെ പാഠം. 1, കാഴ്ചയുടെ പാഠം. 2, അറിവിൻ്റെ പാഠം. 3, ആത്മസമർപ്പണത്തിൻ്റെ പാഠം. പ്രിയമുള്ളവരെ, രാവിലെ വന്ന മനുഷ്യരാണ്. ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയാൽ അവർക്കെന്താണ് കുഴപ്പം? അവരെ എന്തിനു വിളിച്ചതാണ്? വേലയ്ക്ക് വിളിച്ചതാണ്, അല്ലേ? കൃത്യമായ ഒരു കൂലി പറഞ്ഞൊത്ത് വിളിച്ചതാണ്. വീഞ്ഞ് വിളമ്പി തീർന്നുപോയി. അവർക്ക് പൊടിയും തട്ടി വീട്ടിൽ പോയാൽ മതി. അവരുടെ ജോലി കഴിഞ്ഞു. വീഞ്ഞുണ്ടായിരുന്നെങ്കിൽ വിളമ്പിയേനേയും, കഴിഞ്ഞു. ഇനി അവർക്ക് അവിടെ ഒന്നും ചെയ്യണ്ട. എന്നാൽ അവരോട് വന്നിട്ട് ഈ അമ്മ പറയുകയാണ്, എന്തെങ്കിലും മോൻ പറഞ്ഞാൽ ചെയ്യണം. ഇവരൊരു വാക്ക് പോലും ഈ അമ്മയോട് പറഞ്ഞില്ല. നമ്മുടെ പള്ളിയിലെങ്ങാണമായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചോദിച്ചേനേയും, നീ ആരാ പറയാൻ, അല്ലേ? ഒന്നുകിൽ എന്നെ വിളിച്ച വീട്ടുകാരൻ വേണം പറയാൻ, അല്ലേ? നമ്മൾ എന്തുവിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി താളം വിടുന്നവരോട് നമുക്ക് കൊല്ലാൻ തോന്നുന്ന വാശിയാണ്. ഞാനങ്ങ് ചെയ്തോളാം, നീ ഇടയ്ക്ക് സാറ് കളിക്കാൻ വരണ്ട. നോക്കുക, ഈ അമ്മയോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഉടനെയാണ് ദൈവം പറയുക, ക്രിസ്തു പറയുകയാണ്, അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ വന്നു. പ്രിയമുള്ളവരെ, ഈ 6 കൽപ്പാത്രങ്ങൾ എത്ര വലിപ്പമുണ്ട് എന്ന് ഇന്ന് രാത്രി പറഞ്ഞ സമയം കളയേണ്ട, നിങ്ങൾക്കറിയാം എന്നെനിക്കറിയാം. പ്രിയമുള്ളവരെ, അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, അവർ വക്കോളം നിറച്ചു. എന്തിനാണ് അവർ വക്കോളം നിറച്ചത്? നമ്മളായിരുന്നു ആ വീട്ടിലെ വേലക്കാരെങ്കിൽ നമ്മൾ എങ്ങനെ വെള്ളം നിറച്ചേനെ? ചുമ്മാ ഒന്ന് ചിന്തിച്ചേ. തൊട്ടി കോരുന്നത് തന്നെ 2 പ്രാക്ക് പ്രായിക്കൊണ്ട ഇത് താപ്പോട്ട് ഇറക്കുന്നത്. അത് വെള്ളത്തിൽ ഇടിക്കുമ്പോഴേ കേൾക്കാം. നമ്മൾ മനസ്സോടല്ല കോരുന്നത്. അത് മേളി വരുമ്പോൾ നിറച്ച് കാണത്തില്ല, പകുതിയെ കാണത്തുള്ളൂ. അതിൻ്റെ അകത്ത് പകുതി എടുത്ത് പാത്രത്തിൻ്റെ പുറത്തൊഴിക്കും, പകുതി എടുത്ത് അകത്തൊഴിക്കും. കാരണം നമ്മൾ ഇറിറ്റേറ്റഡാണ്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം പറഞ്ഞൊത്ത കൂലിക്കുള്ള പണി കഴിഞ്ഞു, ഇനി വീട്ടിൽ പോയാൽ മതിയായി. വീട്ടുകാരൻ്റെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ എനിക്കെന്ത് ഛേദം? ഒന്നുമില്ലെന്ന്, ഒരു ചുക്കുമില്ല. അവൻ വേണമെങ്കിൽ നോക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചില്ലറ തുട്ടിന് വിളിച്ച വേലക്കാർ കാണിച്ച ആത്മസമർപ്പണം മറന്നു പോകരുത്.
അവർ അതിൻ്റെ വക്കോളം നിറച്ചു. നിങ്ങൾ ആ പാത്രം ഒന്ന് നോക്കിക്കേ. ഒരു തുള്ളി കൂടി അതിനകത്ത് ഒഴിച്ചാൽ അതെന്തോ ചെയ്യും? തുളുമ്പും. എന്തിനാണ് അവർ വക്കോളം നിറച്ചത്? ഇവിടെ ഇതാ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒരു ഗതികേടിൻ്റെ തീച്ചുളയിൽ ഇങ്ങനെ നിൽക്കുകയാ. ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ അവൻ അപമാനിക്കപ്പെടാൻ പോവുകയാ. ഇനി ഈ ക്രിസ്തു എന്ന് പറയുന്നവൻ ഈ വെള്ളത്തെ അങ്ങ് വീഞ്ഞാക്കിയാൽ ഒരു തുള്ളിക്ക് പോലും കുറവുണ്ടാകാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മസമർപ്പണമുള്ള വേലക്കാരെ ഈ വേദഭാഗം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പറഞ്ഞ കൂലിയുടെ പണി ചെയ്ത് തിരിച്ചു പോകേണ്ടവർ അവസാനം വരെ ആ വീട്ടുകാരനോടൊപ്പം നിൽക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ അവസാനം വരെ അവരൊപ്പമുണ്ട് എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ മഹത്വം എന്നുള്ളത് മറക്കരുത്. ഒരുപക്ഷെ ഇന്നോ ഈ കാനാവിലെ കല്യാണം ധ്യാനിച്ചിറങ്ങിപ്പോകുമ്പോൾ ആ വേലക്കാരെ ഒന്ന് കാല് തൊട്ട് വന്നിക്കാതെ ഒരാൾ പോലും ഈ പന്തൽ വിട്ടു പോകരുത്. കാരണം ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ആ വേദഭാഗം നിങ്ങളൊന്ന് നോക്കണം. അവർ കൂലി വാങ്ങിക്കാൻ വന്നിട്ടില്ല, അവിടുന്നൊന്നും അവിടെ രേഖപ്പെടുത്തുന്നില്ല. അവരെ ഇനി ഈ ചരിത്രത്തിലേ ഇല്ല. നോക്കുക, വക്കോളം നിറച്ചു അവർ പോയി കഴിഞ്ഞു. വേണമെങ്കിൽ അവർക്കിനി നാട്ടിലൊക്കെ ഇറങ്ങി നോട്ടീസ് അടിക്കാം, ഞങ്ങളാണ് നിറച്ചത് അല്ലേ. നമ്മൾ ഈ ക്രെഡിറ്റ് അടിക്കുമല്ലോ. ആരുടെയെങ്കിലും വീട്ടിൽ എന്തുവേലും ഈ പണ്ടൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ ഈ ട്രെയിൻ കയറിയൊക്കെ പോയതാണ്. അന്നെങ്ങാണ്ട് വീട്ടിൽ വിളിച്ച് ഇച്ചിരി കഞ്ഞി കൊടുത്തതാണ്, ഒരു 25 രൂപ അവൻ ഓട്ടോ കൂലി കൊടുത്തതാണ്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, പണ്ട് അവൻ നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അവന് കൊടുത്തത് 20 രൂപയ. അത് നമ്മൾ ഈ ചാവുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളായിരുന്നെങ്കിൽ നാട്ടിലൊരു വലിയ പൗരസമ്മേളനമൊക്കെ നടത്തും, 4 ഫ്ലെക്സ് അടിക്കും, സ്വീകരണത്തിൻ്റെ വരുമഴയാണ്. കാരണം കാനാവിലെ കല്യാണ വീട്ടിലെ നിന്ന മാറ്റിയത് ആര്? വേലക്കാർ. ഫ്ലെക്സിന് പഞ്ഞമില്ല, നാട്ടിൽ മുഴുവൻ സ്വീകരണം, സമ്മേളനം, ഒന്നുമില്ല. ഒരു മനുഷ്യരോട് പോലും പറയാൻ പോലും നിന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വേദപുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, വേലക്കാരല്ലാതെ അതൊരു മനുഷ്യൻ അറിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ഗതികേടിനെ ആഘോഷിക്കാൻ അവർ തുനിഞ്ഞില്ല. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് എവിടെയാണ്? എത്ര കാലം ദൈവവചനം കേട്ടു, എത്ര വിശുദ്ധ കുർബാന സ്വീകരിച്ചു, എത്രമാത്രം വിശുദ്ധ ആരാധനകളിൽ പങ്കെടുത്തു. ആത്മസമർപ്പണത്തിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടോ പ്രിയമുള്ളവരെ? ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന പട്ടക്കാര, എന്നോട് ദൈവം നമ്പുരാൻ ചോദിക്കുകയാ, നിന്റെ വിശുദ്ധ കുർബാന ആത്മസമർപ്പണത്തിന്റെ ഇടമായി തീർന്നിട്ടുണ്ടോ? ഓരോ വിശുദ്ധ കുർബാന അനുഭവിച്ച് എഴുന്നേറ്റ് പോകുന്ന സത്യക്രിസ്ത്യാനി ഇന്ന് രാത്രി ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തോട് ചോദിക്കട്ടെ, നിന്റെ വിശുദ്ധ കുർബാന ആത്മസമർപ്പണത്തിന്റെ അനുഭവങ്ങളായി തീർന്നിട്ടുണ്ടോ? എൻ്റെ ദൈവം നമ്പുരാൻ ആത്മസമർപ്പണം നടത്തിയതിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. എൻ്റെ തമ്പുരാൻ സമർപ്പിച്ചതിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. അവനെ മുഴുവനായി സമർപ്പിച്ചതിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരൽപ്പം പോലും മിച്ചം പിടിക്കാതെ അവനെ മുഴുവനായി വിട്ടുകൊടുത്തതാണ് വിശുദ്ധ കുർബാന. മറന്നു പോകരുത്. അവൻ എത്രമാത്രം നിന്നെ അനുഭവിച്ചെന്നറിയാമോ? ഒരു വിശുദ്ധ കുർബാനയായി തീരാൻ അവൻ എത്രമാത്രം അടികൊണ്ടെന്നറിയാമോ? അവൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ മാംസപിണ്ഡങ്ങളൊക്കെ വലിച്ചു കീറിയത് നിങ്ങൾ കണ്ടതല്ലേ? അവൻ അനുഭവിച്ച സങ്കടത്തിന് കയ്യും കണക്കുമുണ്ടോ പ്രിയമുള്ളവരെ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കാൽവറിയിൽ അവസാന ശ്വാസം അവൻ വിടുമ്പോൾ, ഒരു വിശുദ്ധ കുർബാനയായി അവൻ തീരുമ്പോൾ, അവൻ ആത്മസമർപ്പണത്തിന്റെ നെറുകയിലാണ്. മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ഒരു കുർബാനയായി തീരാൻ എൻ്റെ തമ്പുരാൻ ഇത്രമാത്രം അവനെ സമർപ്പിച്ചു കൊടുത്തതിൻ്റെ ഒരു ചരിത്രമാണ് നാളെ രാവിലെ ഞാനും നിങ്ങളും പങ്കുവെക്കുന്നത്. മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയിലും ആത്മസമർപ്പണത്തോടെ സംബന്ധിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കുരിശിലെ മരണത്തോളം ആത്മാർത്ഥത കാണിച്ചവൻ്റെ പേരാണ് ക്രിസ്തു. ഒരു ബലിയാകാൻ അവൻ അനുഭവിച്ച ത്യാഗം, ഓടിപ്പോയപ്പോൾ, ഒറ്റുകൊടുത്തപ്പോൾ, അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചങ്ക് എത്ര പിടഞ്ഞിട്ടുണ്ടാവുമെന്നറിയാമോ? എന്നിട്ടും ഒരു വാക്കുരിയാടാതെ അവനെ സമർപ്പിച്ചു കൊടുത്ത് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നാളെ രാവിലെ ഈ പന്തലിൽ ഒരു വിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെടുന്നത്. എൻ്റെ തമ്പുരാൻ സമർപ്പിച്ചതിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ് സുഹൃത്തെ നാളെ നടക്കുന്ന വിശുദ്ധ ബലി അനുഭവം. അങ്ങനെയാണെങ്കിൽ അവസാന ശ്വാസം വരെ ആത്മസമർപ്പണത്തോടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം പ്രിയമുള്ളവരെ. നാളെ രാവിലെ വിശുദ്ധ കുർബാനയിൽ മുട്ടുമടക്കുമ്പോൾ ഉള്ളുകൊണ്ട് ഒരാത്മസമർപ്പണം നടത്തണം.
ദൈവമേ, അപ്പവീഞ്ഞുങ്ങളെ സ്വീകരിക്കുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ ഒരു ആത്മസമർപ്പണത്തോടെ അടുത്ത് വരാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ആത്മാർത്ഥതകൾക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ. ആത്മാർത്ഥതയുള്ള മനുഷ്യരായി ജീവിക്കണം. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനക്കാരെ കാര്യങ്ങളെ ഗൗരവമായി കാണുന്ന മനുഷ്യരായി നിങ്ങൾ ജീവിക്കണം. മറ്റുള്ളവരെ അറിയുന്ന മനുഷ്യരായി നിങ്ങൾ ജീവിക്കണം. ആത്മാർത്ഥതയുള്ള മനുഷ്യരായി നിങ്ങൾ ജീവിക്കണം. തമ്പുരാന് നിങ്ങളെക്കുറിച്ച് സ്വപ്നമുണ്ട്, മറക്കരുത്. ആലുവയിൽ ഒരു ലോട്ടറി കച്ചവടക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം, എല്ലാ ദിവസവും രാവിലെ ആളുകൾ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹത്തോട് പറയും, 2 ലോട്ടറി മാറ്റി വെച്ചേക്കണം, വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ശമ്പളം കിട്ടും, അന്നേരം ലോട്ടറി പൈസ ഒന്ന് വാങ്ങിച്ചോളാം. കൃത്യമായി ഈ ലോട്ടറി കച്ചവടക്കാരൻ അവർ പറഞ്ഞ ലോട്ടറി എടുത്ത് മാറ്റി ഒരു ടേബിളിൽ വെക്കും. വൈകിട്ടെല്ലാവരും വരുമ്പോൾ ഈ ലോട്ടറി പൈസ കൊടുത്ത് അവരെടുത്തു കൊണ്ടുപോകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഒരു ദിവസം എല്ലാവരും ലോട്ടറി എടുത്തു കൊണ്ടുപോയി. ഒരു മനുഷ്യൻ മാത്രം ലോട്ടറി എടുക്കാൻ വന്നില്ല. ആ ടിക്കറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം വന്നില്ല, അതിനടുത്ത ദിവസം വന്നില്ല. അദ്ദേഹത്തെ നല്ല പിടുത്തമില്ല, ദേശത്ത് പുതിയ മനുഷ്യനാണ്. എന്നിരുന്നാലും അദ്ദേഹത്തെ ആദ്യമായി കാണുകയായിരുന്നുകൊണ്ട് ഒരു ഫോൺ നമ്പർ ഒരു പേപ്പറിൽ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം അദ്ദേഹത്തെ കാണാതെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു വലിയ സംഭവം ഉണ്ടായി. ഈ ലോട്ടറിയുടെ സമ്മാനം അടിച്ചപ്പോൾ 1-ാം സമ്മാനം മാറ്റിവെച്ച ടിക്കറ്റിന് പെട്ടുപോയി. സത്യക്രിസ്ത്യാനി, നീ ആയിരുന്നെങ്കിൽ എന്തോ ഇതേനെ എടുത്ത് എൻ്റെ പെട്ടിക്കകത്തിട്ടേനെ ആയിരുന്നു. സത്യ ഞാനായിരുന്നെങ്കിൽ എടുത്ത് എൻ്റെ പൂണിയിലിട്ടേനെ. കാരണം അവനവൻ്റെ പാട്ടിന് പോയില്ലേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നടന്ന സംഭവം. ആലുവാക്കാരൻ ലോട്ടറി കച്ചവടക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഫോൺ നമ്പറിൽ വിളിച്ചു, സ്നേഹിത നീ എവിടെയാണ്? ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വീട്ടിലാണ്, പനി പിടിച്ച് കിടക്കുകയാണ്. നിന്റെ വീട് എവിടെയാണ്? ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് സന്ധ്യയ്ക്ക് മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട് ലക്ഷ്യമാക്കി സൈക്കിൾ ചവിട്ടുകയാണ്. ആ വീടിനകത്തേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, സ്നേഹിത 2 ടിക്കറ്റ്. അയ്യോ, അത് ആർക്കെങ്കിലും കൊടുത്തേക്കരുതായിരുന്നു, ഞാൻ അസുഖമായി കിടക്കുകയായിരുന്നു. അതെന്തിനാ ഇതുവരെ മാറ്റി വെച്ചത്? ഇല്ല, കൊടുക്കാൻ പറ്റത്തില്ല, അതിനാണ് 1-ാം സമ്മാനം അടിച്ചേക്കുന്നത്. ആ മനുഷ്യൻ ഓടി ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് 2 ടിക്കറ്റിൻ്റെ 100-200 രൂപ തന്നാൽ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാം. ഉടനെ ഈ ലോട്ടറിക്ക് സമ്മാനം അടിച്ച മനുഷ്യൻ പറഞ്ഞു, പോകരുത്, എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്നൊന്ന് വാങ്ങിക്കാതെ പോകരുത്. ആ മനുഷ്യൻ പറഞ്ഞു, നോ, ഇല്ല, എൻ്റെ ലോട്ടറിയുടെ പൈസ അല്ലാതെ 1 രൂപ പോലും ഞാൻ വാങ്ങിക്കില്ല. ആ മനുഷ്യൻ സൈക്കിൾ ചവിട്ടി തൻ്റെ കൂരയിലേക്ക് ആ മഴയുള്ള രാത്രി ഇറങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ ലോട്ടറി ടിക്കറ്റിന് സമ്മാനം അടിച്ചവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടി ആ മനുഷ്യൻ്റെ പുറകെ പോയി. ചെന്ന് കയറുമ്പോൾ മഴ പെയ്തൊടിഞ്ഞു വീഴാറായ ഒരു കൂരയ്ക്കകത്ത് പുര നിറഞ്ഞു നിൽക്കുകയാണ് 2 പെൺമക്കൾ, കെട്ടിക്കാൻ പ്രായമായത്. അയ്യോ കഷ്ടം, ഈ മഴയ്ക്ക് അവൻ്റെ കൂര ഒടിഞ്ഞ് താഴെ വീഴും. അവൻ്റെ പെൺമക്കൾ ഇങ്ങനെ പെരനുറഞ്ഞു നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോട്ടറി ടിക്കറ്റിന് പൈസ അടിച്ചവൻ അവൻ്റെ കാലിൽ തൊട്ട് വന്നിച്ചിട്ട് പറഞ്ഞു, സ്നേഹിത എൻ്റെ ആയുസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോടാ. എന്തൊരു ആത്മാർത്ഥതയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സത്യക്രിസ്ത്യാനി, ഈ ആത്മാർത്ഥതയോട് കൊടിശുവെങ്കിലും മാർത്തോമാ സഭാ വിശ്വാസി, നിന്റെ 7 അയലോക്കത്തൂടെ പോയിട്ടുണ്ടോ? തമ്പുരാൻ ചോദിക്കുകയാ, വിശുദ്ധ കുർബാന സ്വീകരിച്ച, വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന, വിശുദ്ധ കുർബാന 1000 ചൊല്ലിത്തീർത്ത സത്യക്രിസ്ത്യാനി, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ വിശ്വാസിയെ, ആത്മാർത്ഥത എവിടെയാണ്? നിന്റെ ജീവിതത്തിൻ്റെ ആത്മാർത്ഥതകളൊക്കെ നീ പണയം വെച്ചിട്ടില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മാർത്ഥതയോടെ ജീവിക്കാൻ ഈ കാനാവിലെ കല്യാണം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറന്നു പോകരുത്. എൻ്റെ സമയം അവസാനിക്കുകയാണ് പ്രിയമുള്ളവരെ. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 3 ചിന്തയും പങ്കുവെക്കുമ്പോൾ അവസാനത്തെ ഒരു കാര്യം കൂടെ പറയാതെ ഞാൻ പോയാൽ അത് തികച്ചും നന്ദി കേടാ. ഈ വീട്ടിൽ ഞാൻ മറിയെക്കുറിച്ച് പറഞ്ഞു, വീട്ടുകാരനെ കുറിച്ച് പറഞ്ഞു, ഈ വീട്ടിൽ കൂലിക്കാരെ കുറിച്ച് പറഞ്ഞു. ഒരാളെ കൂടെ പറയണം, ക്രിസ്തുവാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവാണ്. അവനെക്കുറിച്ച് കൂടെ പറയാതെ എങ്ങനെയാണ് ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയുക? ഈ വേദഭാഗം ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ വല്ലാത്തൊരു സങ്കടമുണ്ട്. ദൈവമേ, ഇതിനകത്ത് ആ ഒരു വാക്യം ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ, ഈ കല്യാണ വീട് എന്തൊരു സന്തോഷമായിരുന്നേനെ. നോക്കുക, 3-ാമത്തെ വാക്യം, വീഞ്ഞു പോരാതെ വരികയിൽ യേശുവിൻ്റെ അമ്മ അവനോട്. ആ ഒരു സെൻറ്റൻസ് ഈ പാസേജിലില്ലായിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് എന്തൊരു സൗന്ദര്യമായിരുന്നു. നിങ്ങളുടെ ഒരു വിരൽ കൊണ്ട് അതൊന്ന് പൊത്തിപ്പിടിച്ചേ, എന്നിട്ട് ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. ഇത്രയും നല്ലൊരു വിവരണം നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ക്രിസ്തു സംബന്ധിക്കുന്ന വരുന്ന വേശകളൊക്കെ അങ്ങനെയാണ്. ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് രാത്രി. സ്നേഹിത,
കുറവിൻ്റെ പാഠം നീ പഠിക്കണം. കുറവിൻ്റെ പാഠം പഠിക്കണം. 1 കാഴ്ചയുടെ പാഠമാണ്, 2 അറിവിൻ്റെ പാഠമാണ്, 3 ആത്മാർത്ഥതയുടെ പാഠമാണ്, 4 ക്രിസ്തു പഠിപ്പിക്കുന്നത് കുറവിൻ്റെ പാഠമാണ്. നോക്കുക, അങ്ങനെ ഈ കല്യാണം തീരത്തുള്ളൂ. ഈ വാക്യം അതിനകത്തില്ലായിരുന്നെങ്കിൽ ഈ വീട്ടുകാരൻ എന്തോരം അഹങ്കരിച്ചേനെ അല്ലേ? നമ്മൾ സാധാരണ കല്യാണമൊക്കെ നടത്തിയിട്ട് പുറത്തിറങ്ങി വലിയ ഗമയടിക്കുന്നവരാ. എൻ്റെ മോൻ്റെ കല്യാണം, എന്തോ ഒരു കല്യാണമായിരുന്നു അല്ലേ, എന്തോ ഒരു വലിയ കല്യാണമായിരുന്നു. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. ഒരുപക്ഷേ ഈ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ഈ വീട്ടുകാരൻ അവിടെ തല ഉയർത്തിപ്പിടിച്ചവൻ ഇങ്ങനെ അഹങ്കാരത്തോടെ അവൻ പറഞ്ഞേനെ, എൻ്റെ വീട്ടിലെ കല്യാണം അതെന്തൊരു കല്യാണമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്, സ്നേഹിത, കുറവില്ലാത്ത ജീവിതങ്ങൾ ഈ ഭൂമിയിലില്ല, നീ മറന്നു പോകരുത്. കുറവിനെ കുറിച്ച് നീ മറന്നു പോകരുത്. ഒരു ജീവിതം പോലും പൂർണ്ണമായി തീരുന്നില്ല പ്രിയമുള്ളവരെ. എല്ലാ ജീവിതത്തിലും ഒരു കുറവുണ്ട് എന്ന് ദൈവം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുക, ജഡത്തിൽ തമ്പുരാൻ ഒരു ശൂലം എനിക്ക് തന്നിട്ടുണ്ട്, ഒരു ശൂലം തന്നിട്ടുണ്ട്, ഒരു കുറവെനിക്ക് തന്നിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ എന്നേ എൻ്റെ തമ്പുരാനെ മറന്നുപോയേനെ. നിന്റെ ദൈവത്തെ മറക്കാതിരിക്കാൻ സത്യക്രിസ്ത്യാനി, അവൻ നിനക്കൊരു കുറവ് തന്നിട്ടുണ്ട്. അത് നിന്റെ രോഗമായിക്കോട്ടെ, നിന്റെ കുഞ്ഞിൻ്റെ ജീവിതമായിക്കോട്ടെ, നിന്റെ ജീവിതമായിക്കോട്ടെ, നിന്റെ രോഗമായിക്കോട്ടെ, നിന്നെ അലട്ടുന്ന സങ്കടമായിക്കോട്ടെ, നീ നിഗളിച്ചു പോകാതിരിക്കാൻ, നിന്റെ ദൈവത്തെ നീ മറന്നു പോകാതിരിക്കാൻ അവൻ നിന്റെ ജീവിതത്തോടൊരു കുറവ് ചേർത്ത് വെച്ചിട്ടുണ്ടോ. ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥിക്കുക, ദൈവമേ, ശൂലം മാറ്റാൻ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ അതവിടെ ഇരിക്കട്ടെ. നിന്റെ കൃപ തന്ന് ഇന്ന് രാത്രി നീ എന്നെ അനുഗ്രഹിക്കണം. ഒരുപക്ഷെ ഇന്ന് ആരെങ്കിലും ഭാരത്തോടെ ഈ നടുമുറ്റത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും സങ്കടത്തോടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വേദനയോടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ, അച്ചോ, എല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നച്ചോ, പക്ഷേ ഒന്ന് മാത്രമെന്ന് ഇന്ന് ഈ പന്തലിലിരുന്ന് ആരെങ്കിലും ദൈവസന്നിധിയിൽ കരയുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അവൻ നിന്റെ ജീവിതത്തിൽ അത് തന്നതാ. എന്തിനാണെന്നറിയാമോ? നീ എൻ്റെ സ്വർഗത്തിലെ തമ്പുരാനെ മറന്നു പോകാതിരിക്കാൻ അവൻ നിനക്ക് തന്നതാണെന്നേ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, നിന്നെ മറന്നു പോകാതിരിക്കാൻ നീ തന്ന ശൂലം അവിടെ ഇരിക്കട്ടെ, നീ തന്ന ശൂലം അവിടെ ഇരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മോശയ്ക്ക് വിക്കാണവൻ്റെ ശൂലം, യാക്കോബിന് അവൻ്റെ കാലിൻ്റെ മുടന്താണവൻ്റെ ശൂലം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സക്കായിക്ക് നീളക്കുറവാണ് അവൻ്റെ ശൂലം. ദൈവം അങ്ങനെയാണ് നിന്നെ ചേർത്ത് വെച്ചത്. നീ രോഗത്താൽ ഭാരപ്പെടുകയാണോ? നീ സങ്കടങ്ങളിലൂടെ കടന്നു പോവുകയാണോ? നീ വേദനയിലൂടെ കടന്നു പോവുകയാണോ? നിന്റെ കുഞ്ഞിൻ്റെ കുടുംബജീവിതം തകർന്നു പോയോ? നിന്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു തലമുറയില്ലാതെ പോയോ? എന്തെങ്കിലും ഒരു സങ്കടം ഇന്ന് രാത്രി നീ എത്ര കാലം പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ നിന്റെ ജീവിതത്തെ ഇങ്ങനെ പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ, സന്തോഷത്തിന് ഇന്ന് രാത്രി ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ വിളിച്ചു പറയട്ടെ, എൻ്റെ സ്വർഗത്തിലെ തമ്പുരാൻ നിനക്കത് തന്നതാ. നിന്റെ ദൈവത്തെ വിളിക്കാൻ, അവനോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ ഇന്ന് രാത്രി ഒരു പക്ഷേ ഈ കുറവില്ലായിരുന്നെങ്കിൽ കാനാവിലെ കല്യാണ വീട്ടിൽ ആ മനുഷ്യൻ എത്രമാത്രം അഹങ്കരിച്ചു പോയനെമെന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. നിന്റെ കുറവിനെ തമ്പുരാൻ അറിയാം പ്രിയമുള്ളവരെ. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് നിന്റെ കുറവിനെ നിന്റെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു പ്രത്യാശയുടെ ദൂതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ കുറവ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, വാഴ്ത്തിത്തരാൻ ഒരു തമ്പുരാൻ നിന്റെ വിരുന്ന് മേശയിലുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വാഴ്ത്തിത്തരാൻ നിന്റെ വിരുന്ന് മേശയിൽ ഒരു തമ്പുരാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ ശിഷ്യന്മാർ പോകുമ്പോൾ, കാറ്റടിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നുണ്ട്, ഞാനുണ്ടല്ലോ കൂടെ, ഞാനുണ്ടല്ലോ ഒപ്പം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തു ഒപ്പം ഉണ്ടെങ്കിൽ കുറവിനൊക്കെ എന്തൊരു സൗന്ദര്യമാണെന്നറിയാമോ? തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ കുറവുകൾക്കൊക്കെ എന്തൊരു സൗന്ദര്യമാണെന്ന് അറിയാമോ? ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഗോഡ് നെവർ കോൾസ് ദ സ്കിൽഫുൾ, റാദർ ഹി ഗീവ്സ് സ്കിൽസ് ടു ദ കോൾഡ്. അവൻ വിളിച്ചവരെ കൃപയോടെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ദൈവമാ. കുറവുള്ള മനുഷ്യരെ വിളിക്കുന്ന ദൈവമാ. നിന്റെ കുറവിനെ തമ്പുരാൻ വേണമെന്നേ. തോറ്റുപോയ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ദൈവത്തിന് വേണം. ഒറ്റുകൊടുത്ത യൂദാസിനെ ദൈവത്തിന് വേണം.
തോറ്റുപോയ ശിഷ്യന്മാർ ഗലീല കടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ ഗലീല സ്ക്വയറിൽ അവരെ കാത്തൊരു ദൈവം നിപ്പുണ്ട്. തോറ്റുപോയ ശിഷ്യന്മാരെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ തോറ്റുപോയവരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, തകർന്നുപോയ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വാഴ്ത്തിത്തരാൻ കഴിയുന്ന ഒരു തമ്പുരാൻ നിന്റെ വിരുന്ന് മേശയിലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എല്ലാം അവസാനിക്കുമ്പോൾ, എല്ലാം തീർന്നു പോകുമ്പോൾ വാഴ്ത്താൻ കഴിയുന്ന ഒരുത്തൻ നിന്റെ കൂടെ നടപ്പുണ്ട്. അതാണ് പ്രത്യാശ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അതാണ് പ്രത്യാശ. ഞാൻ ഇന്നലെ രാത്രി ഓർമ്മപ്പെടുത്തിയല്ലോ, 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരപ്പൻ മരിച്ചപ്പോൾ 3 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവരെ വളർത്തിയ ഒരു അമ്മയുണ്ട് എൻ്റെ വീട്ടിൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാം തീർന്നു പോകുമ്പോൾ വാഴ്ത്തി അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു തമ്പുരാൻ ഒപ്പം നടക്കുന്നത് അനുഭവിച്ച ഒരു അമ്മയുടെ മകനാണ് ഞാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഈ ക്രിസ്തു ഒപ്പമുണ്ട്, മറന്നു പോകരുത്. നിന്റെ വിരുന്ന് മേശയിൽ അവനുണ്ട്, നിന്റെ കുഞ്ഞിൻ്റെ ഊണുമുറിയിൽ അവനുണ്ട്, നിന്നോടൊപ്പം നിന്റെ വീട്ടിൽ അവനുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ കുറവ് ഒരു കുറവല്ലെന്നേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാർത്തോമാ സഭയുടെ ഒരു ക്രിസ്മസ് ആഘോഷം കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ വളരെ ഗ്രാമത്തിലുള്ള ഒരു പള്ളിയിൽ നടക്കുകയാണ്. സെൻട്രൽ ക്രിസ്മസ് പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നതായ സമയത്ത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വൈകിട്ട് 6 മണിയാകുമ്പോൾ അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചതിന് ശേഷം ഇത് നടത്തുന്ന അച്ഛന്മാർക്ക് വീട്ടിൽ പോകണം. പ്രോഗ്രാം ഇഷ്ടം പോലെയാണ്. കുറേയൊക്കെ വെട്ടിച്ചുരുക്കി പ്രോഗ്രാം നടത്തുകയാണ്. എങ്ങനെങ്കിലും 6 മണിക്ക് ഇത് അവസാനിപ്പിക്കണം. അപ്പോഴാണ് വലത്തുവശത്തെ ജനലിൻ്റെ അവിടെ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ വന്ന് നിന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരണം. അവനെ കണ്ടപ്പോൾ കറുത്ത് കരുവാളിച്ച ഒരു രൂപം, അവൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല, ശരീരം മുഴുവൻ വല്ലാതെ വിളറിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്നതായിട്ടുള്ള ആളുകൾ പറഞ്ഞു, നടക്കത്തില്ല, എങ്ങനെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് അവസാനിപ്പിക്കാൻ നോക്കുക. എഴുതിയ പ്രോഗ്രാം വെട്ടിക്കൊണ്ടിരിക്കുക. അന്നേരമാണ് നിനക്ക് പ്രോഗ്രാം. നീ ആരാ? മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നതാണ്. മൈക്ക് ഓപ്പറേറ്ററാണ്. പള്ളിക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അന്നേരമാണ് ഇനിയും മൈക്ക് ഓപ്പറേറ്റർക്ക്. ചെറുപ്പക്കാരൻ പറഞ്ഞ് 4 വരിയേ പാടത്തുള്ളൂ, ഒരു ചാൻസ് തരണം. അവസാനം ഗതികെട്ട് അവിടെ ഇരുന്നതായ അച്ഛന്മാർ 4 വരി പാട്ട് പാടാൻ അവനൊരു അവസരം കൊടുത്തു. എന്നിട്ട് അനൗൺസ് ചെയ്തു, ഇപ്പോൾ മൈക്ക് ഓപ്പറേറ്റർ ഒരു പാട്ട് പാടും. അവൻ കയറി വന്ന് മൈക്ക് എടുത്ത് കൈ നിന്നു. എല്ലാവരും അവനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. സമയമില്ലാത്ത സമയത്ത് പാട്ട് പാടാൻ വന്നേക്കാം മൈക്ക് ഓപ്പറേറ്റർ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാനൊരു ക്യാൻസർ രോഗിയാണ്. എൻ്റെ ഈ കാണുന്ന ശരീരം ക്യാൻസർ ബാധിച്ച ശരീരമാണ്. എത്രയോ റേഡിയേഷനുകൾ കഴിഞ്ഞു, എത്രയോ കീമോതെറാപ്പികൾ കഴിഞ്ഞു. എൻ്റെ രോഗത്തിൻ്റെ വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ ഞാനിങ്ങനെ കടന്നു പോവുകയാണ്. അവൻ്റെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ആ കുഞ്ഞു മൈക്കെടുത്ത് അവനിങ്ങനെ ഒരു 4 വരി പാട്ട് പാടി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമൊക്കെ എത്രയോ പ്രാവശ്യം പാടി തീർത്ത ഒരു പാട്ട് അവനിങ്ങനെ പാടി ആ ക്രിസ്മസിൽ ആലപിച്ചു. ആ പാട്ട് ഇതാണ്: എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 4 വരി പാട്ട് പാടി കുഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ജനം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചതിന് ശേഷം പറഞ്ഞു, മോനെ ഒരു 4 വരി ഇവിടെ പാടടാ. അവൻ പറഞ്ഞില്ല, സമയം തീർന്ന് അവസാനിപ്പിക്കുക. പാടില്ല, ഒരു 4 വരി ഇവിടെ പാടാൻ പറഞ്ഞു. അവൻ അടുത്ത 4 വരി ഇവിടെ പാടി അവസാനിപ്പിച്ചു. അന്ന് അവിടെ ഇരുന്ന ഒരു വൈദികൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി: ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ദൈവം തമ്പുരാൻ പങ്കെടുത്തു. ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ദൈവം തമ്പുരാൻ പങ്കെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശരീരത്തിൽ രോഗം ബാധിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനൊരു മൈക്കെടുത്ത് പാടുകയാണ്: എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ ദൈവത്തിൻ്റെ നാമമേ. സത്യക്രിസ്ത്യാനി, നിനക്ക് പാടാൻ കഴിയുമോ? ഒരു കൊച്ചു സങ്കടത്തിൻ്റെ പേരിൽ പരിഭവം പറയുന്നവരല്ല ഇന്ന് ഈ മുറ്റത്തിരിക്കുന്നത്. ഒരു കൊച്ചു രോഗത്തിൻ്റെ പേരിൽ ദൈവത്തെ പഴിക്കുന്നവരല്ല ഇന്ന് എന്നെ കേൾക്കുന്നത്. ഒരു കൊച്ചു കുറവിൻ്റെ പേരിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ മനുഷ്യരല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ കുറവുകളെ വാഴ്ത്തിത്തരാൻ കഴിയുന്ന ഒരു തമ്പുരാൻ
ഇന്നെൻ്റെ വിരുന്നുമേശയിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാളെ രാവിലെ നിൻ്റെ വിരുന്നുമേശയിൽ, നിൻ്റെ വിശുദ്ധ കുർബാനയിൽ നിൻ്റെ കുറവുകളെ വാഴ്ത്താൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടോ എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളണം. മറന്നു പോകരുത്. അവനൊപ്പമുണ്ട് എങ്കിൽ ഈ ജീവിതയാത്ര എത്ര അനുഗ്രഹമാണ്. മറക്കരുത് പ്രിയമുള്ളവരെ. അവസാനിപ്പിക്കട്ടെ. 4 മനുഷ്യരെ കുറിച്ചാണ് ഇന്നത്തെ ഈ വേദഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. 1, വീട്ടുകാരൻ കാഴ്ചയുടെ പാഠം ഗൗരവമായി കാണാൻ പഠിക്കുക. 2, മറിയ അറിവിൻ്റെ പാഠം, കാര്യങ്ങളെ അറിയാൻ പഠിക്കുക. 3, വേലക്കാർ ആത്മാർത്ഥതയുടെ പാഠം, കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പഠിക്കുക. 4, ക്രിസ്തു കുറവിൻ്റെ പാഠം. നിനക്കൊരു കുറവുണ്ടെന്നേ നിക്കോദിമോസേ, നിനക്കൊരു കുറവുണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അവിടെ നിന്നോട് ഹൃദയമായി ഇടപെട്ട കൃപയ്ക്കായി സ്തോത്രം. അവിടെ തന്നെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, ഈ വചനകൂടാരത്തിൽ ഇന്ന് രാത്രി എൻ്റെ തമ്പുരാൻ എന്നോട് സംസാരിച്ചതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ദൈവമേ, കാര്യങ്ങളെ ഗൗരവമായി കാണാൻ, കുറച്ചുകൂടെ കാര്യങ്ങളെ കൃപയോടെ കാണാൻ, എൻ്റെ ദൈവം സംബന്ധിക്കുന്ന വിരുന്നുമേശകളെ ഗൗരവമായി കാണാൻ ഇന്ന് രാത്രി തമ്പുരാൻ എനിക്ക് ഭാഗ്യം തരണേ കർത്താവേ. ദൈവമേ, എന്നെ അറിയാൻ കഴിയുന്നവൻ എൻ്റെ വിരുന്നുമേശയിലുണ്ട് എന്നുള്ള ഉറപ്പ് എൻ്റെ കർത്താവ് എനിക്ക് തരണമേ. ആത്മാർത്ഥതയോടെ അവസാന ശ്വാസം വരെയും അവസാന തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുക്കി കൊടുത്തവൻ്റെ വിശുദ്ധ കുർബാന നാളെ രാവിലെ എൻ്റെ തൊണ്ടക്കുഴിയിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ആത്മാർത്ഥതയുള്ള മനുഷ്യരായി ഭൂമിയിൽ ജീവിപ്പാൻ തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ വാഴ്ത്തിത്തരുന്ന തമ്പുരാനോടൊപ്പം ജീവിതത്തിൻ്റെ യാത്രകളെ മുൻപോട്ട് നയിപ്പാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ദൈവം മുൻപാകെ സമർപ്പിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ഇത് കൺവെൻഷൻ്റെ കടശി രാത്രിയാണ്. പ്രിയമുള്ളവരെ, ഇനിയും പുറകിൽ നിന്ന് വിളിക്കാൻ ഒരു ശബ്ദമുണ്ടായി എന്ന് വരില്ല. ഒരുപക്ഷെ ദൈവാലയത്തിലെ അവസാനത്തെ മണിയടി ശബ്ദവും കാതിൽ നിന്ന് തീർന്നു പോകുന്നതിന് മുമ്പ് നീ തിരിച്ചു നടക്കണം. നിന്നെ പുറകിൽ നിന്ന് വിളിക്കാൻ ഒരു തമ്പുരാൻ വന്നിട്ടുണ്ട്. മറുത്തു പോകരുത്. ഈ വചനത്തെ മറുത്തു കളഞ്ഞിട്ട് പോകരുത്. ഒരുപക്ഷെ ഇനിയും ഒരു വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാവണമെന്നില്ല. തമ്പുരാനെ, ദൈവമേ, ജീവിക്കാൻ കൃപ തരണേ കർത്താവേ. വചനം പോലെ ജീവിക്കാൻ ഭാഗ്യം തരണേ തമ്പുരാനെ. കർത്താവേ, വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കൃപ തരണേ കർത്താവേ. ദൈവം മുൻപാകെ പ്രാർത്ഥിക്കാം. എൻ്റെ ഭദ്രാസനത്തെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദൈവമേ, ഞങ്ങളുടെ ഇടവകളെ അനുഗ്രഹിക്കണേ അപ്പാ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ അപ്പാ. എൻ്റെ ദൈവമേ, എൻ്റെ വീട്ടിൽ എൻ്റെ തമ്പുരാനുണ്ടല്ലോ കർത്താവേ. ഇന്ന് രാത്രി എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവമുണ്ടല്ലോ അപ്പാ. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടല്ലോ അപ്പാ. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സ്വർഗത്തിലെ തമ്പുരാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മളുടെ തലകളെ നമുക്ക് വണക്കാം.